ഇന്ന് ട്രിവാൻഡ്രം ബൈക്കേഴ്സ് ക്ലബിൻ്റെ ഒരു സെക്കൻഡ് ഇൻ്റർവ്യൂ രാകേഷിന് ശേഷമുള്ള. ഇന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല, കാഷ്വൽ റൈഡർ ടേൺഡ് റേസിംഗ് സൈക്ലിസ്റ്റ് ടേൺഡ് കോച്ച് കം ബൈക്ക് ടെക്നീഷ്യൻ ആയിട്ടുള്ള രഞ്ജു ആണ് നമ്മളിവിടെ ഉള്ളത്. ഇന്ന് ഞാൻ രഞ്ജുവിനെ കാണുന്നത്, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 13-14 ആ കാലഘട്ടത്തിലാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളൊരു ഇമേജ് എന്ന് പറയുന്നത് PMGയിൽ, അതായത് നമ്മുടെ നന്തൻകോട് നിന്ന് PMGയിലേക്ക് വരുന്ന റോഡിൻ്റെ ആ സിഗ്നലിൽ ഞാൻ രാവിലെ മോനെ കൊണ്ടാക്കാനായിട്ട് പോകുന്ന സമയത്ത് രഞ്ജു അവൻ്റെ ഒരു റോഡ് ബൈക്കിൽ ഒരു ബാക്ക് പാക്കുമായിട്ട് ടൊയോട്ടയിലുള്ള യാത്രയിലായിരിക്കും. അന്ന് രഞ്ജുവിൻ്റെ റുട്ടീനായിരുന്നു, എല്ലാ ദിവസവും രാവിലെ അവൻ റൈഡ് ചെയ്താണ് ഓഫീസിൽ പോയിരുന്നതും തിരിച്ചു വന്നിരുന്നതും. ഇതാണ് രഞ്ജുവിന് തുടക്കത്തിലുള്ളൊരു ഇൻട്രക്ഷൻ. പിന്നെ പതിയെ പിന്നെ രഞ്ജുവിനെ കാണുന്ന സ്റ്റേറ്റ് മീറ്റുകളിലും മറ്റുമൊക്കെ രഞ്ജു പങ്കെടുത്തു തുടങ്ങി. അതിനുശേഷം ഇവിടെ ട്രിവാൻഡ്രത്ത് അനൂപ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവനെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല. അനൂപും രഞ്ജുവാണ് ശരിക്കും പറഞ്ഞ ട്രിവാൻഡ്രത്ത് ഒരു എല്ലാവരുടെയും തെറിവിളി കേട്ടുകൊണ്ട് റേസ് സൈക്ലിംഗ് തുടങ്ങിയത്. ശരിക്കും അന്ന് റേസിങ്ങിന് ഒട്ടും ഒരു പോപ്പുലാരിറ്റി ഇല്ലായിരുന്ന കാലത്ത് ഇവർ രണ്ടുപേരും ഇതിൻ്റെ ഭയങ്കര സയൻറ്റിഫിക് ആയിട്ട് ഇത് തുടങ്ങുകയും പിന്നെ അനൂപ് ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ പുള്ളി സൈക്ലിങ്ങിൽ നിന്ന് പിന്മാറി. പക്ഷെ രഞ്ജു അവിടെ തൊട്ട് ഇന്ന് വരെ ഭയങ്കര സ്ട്രക്ചേർഡായിട്ട് ട്രെയിൻ ചെയ്യുകയും അത് സൈക്ലിംഗ് അതുപോലെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് രഞ്ജുവിന് ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു പ്രത്യേക കാരണമുണ്ട്. കാര്യം രഞ്ജു സൈക്ലിംഗ് തുടങ്ങിയിട്ട് 1 lakh കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആ ഒരു അവസരത്തിലാണ് നമ്മൾ രഞ്ജുവിന് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമായിട്ട് ചേർന്നത്. എനിവേ, അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. എനിക്ക് പ്രധാനമായിട്ട് രഞ്ജുവിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഈ സൈക്ലിങ്ങിലേക്ക് ആദ്യം വരാനുള്ള കാരണം എന്താണ്? ഡേ 1 സംഭവിച്ചത് സൈക്ലിംഗ് തുടക്കം. സൈക്ലിങ്ങില് വരാനുള്ള കാരണം, സൈക്ലിംഗ് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം പഠിച്ചോണ്ട സമയത്തെല്ലാം സൈക്കിളിലാണ് സ്കൂളിലെല്ലാം പോയിക്കൊണ്ടിരുന്നത്. +2 വരെ സൈക്ലിങ്ങിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇത് സൈക്ലിംഗ് ഞാൻ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് എനിക്ക് സൈക്കിൾ, എന്റെ വീട്ടുകാർക്ക് സൈക്കിൾ മേടിച്ചതിന് ഒരു സാമ്പത്തിക അവസ്ഥയൊന്നും അല്ലായിരുന്നു. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടുണ്ട്, അതായത് എന്റെ കൊച്ചിലുള്ള ഒരു ഫ്രണ്ടുണ്ട്. അവന്റെ വീട്ടില് അവന് സൈക്കിൾ മേടിച്ചു കൊടുത്തായിരുന്നു. പക്ഷെ അവന്റെ വീട്ടുകാരെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സൈക്കിൾ ആരും കൊടുക്കല്ലോ. അപ്പം എല്ലാ ദിവസവും ഉച്ചയാകുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വന്ന സമയത്ത് അവൻ എനിക്ക് സൈക്കിൾ എന്നിട്ട് പറയും, ബാക്കിൽ സ്കൂളിന്റെ ബാക്കിൽ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കൊണ്ടുപോയി സൈക്കിൾ പഠിക്കാൻ പറയും. എന്ത് സൈക്കിളായിരുന്നു അത്? നമ്മൾ സാധാരണ ഹെർക്കുലീസിന്റെ സൈക്കിളാണ്. അപ്പം അതിനാണ് ഞാൻ ആദ്യമായിട്ട് സൈക്ലിംഗ് പഠിക്കുന്നത്. അത് എല്ലാ ഉച്ചയ്ക്ക് പോകും, വീഴൊക്കെ ചെയ്യും, പക്ഷെ കുഴപ്പമില്ല. ഞാൻ ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. ഒറ്റയ്ക്ക് പോയിട്ട് അവൻ കൂടെ വരത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ സൈക്ലിംഗ് പഠിച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ചിട്ട് അച്ഛൻ എവിടെ നിന്ന് ഒരു പഴയ സൈക്കിൾ കൊണ്ടുവന്നു. പിന്നെ ഞാനും അവനും കൂടെ എല്ലാ ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക്, ഞാൻ അപ്പോൾ താമസത്ത് കുറ്റിച്ചലായിരുന്നു. അപ്പം അവിടെ നിന്നൊരു 4 കിലോമീറ്റർ നെയ്യാട്ടാമിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പൊ അവിടെ എല്ലാ ഞായറാഴ്ച പൈസയൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ സ്വിമ്മിംഗ് പൂളിൽ 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വിമ്മിംഗ് പഠിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ ഞായറാഴ്ചയും അതാണ് ഞങ്ങളുടെ ലോങ് റൈഡ്. ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് നേരെ സ്വിമ്മിംഗ് രൂപ സൈക്കിൾ. അങ്ങനെയാണ് സൈക്ലിംഗ്. ആക്ച്വലി ഇത് സൈക്കിളിന്റെ ഫണ്ട് മനസ്സിലായി എങ്ങനെയാണ്, കാരണം നമുക്ക് ഇതുകൊണ്ട് എങ്ങോട്ട് വേണം പോവാം. കാരണം അത് ഡെയിലി ചെയ്ത് തരുമ്പോൾ അത് പിന്നെ ഒരു പ്രശ്നമല്ലാതാവും, കാരണം നമുക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പം കുറ്റിച്ചേർന്ന് ആരനാട് പോകണം. ഒരു ബസ്സിൽ പോകാനും പൈസ കുറയാവും. അങ്ങനെ പിന്നെ അവിടെ നിന്ന് കുറ്റിച്ചേർന്ന് ആരനാട് ഡെയിലി സൈക്കിൾ സ്കൂളിൽ പോയിക്കൊണ്ട് +2 അങ്ങനെ സൈക്കിളിൽ പോകേണ്ടത്. അന്നേ സ്ട്രാവ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 3,000 കിലോമീറ്റർ ആയിരുന്നില്ലേ? അങ്ങനെയാണ് സൈക്കിളാണ്. എനിക്ക് ചവിട്ടി തുടങ്ങാൻ പറ്റുന്ന സമയം മുതൽ ഇത്രയും കാലം വരെ ഞങ്ങൾ സൈക്ലിംഗ് കണ്ടുപിടിക്കണം. ഞാൻ നിർത്തിയിട്ടേ ഇല്ല അത്. ഇപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ കൊച്ചിലെ ചെയ്തു വന്നോണ്ടെന്നാണ് എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ അതാണ് എന്റെ സൈക്ലിംഗിന്റെ. പിന്നെ ഈ കുറച്ചൊരു സീരിയസ് സൈക്ലിംഗ് തുടങ്ങിയല്ലോ, അതായത് ഇപ്പൊ അനൂപ് ഒക്കെ ആയിട്ട് വന്ന ശേഷം എനിക്കിപ്പോ നമ്മളന്ന് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, എന്തോന്ന് ട്രിവാൻഡ്രം റോഡീസ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരിലൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒരു ട്രയാത്ലൺ ഗ്രൂപ്പ് പോലെയായിരുന്നു അത് ഉണ്ടായിരുന്നു. അതിനകത്ത് ഭയങ്കര സീരിയസ് ഡിസ്കഷൻസ് ആ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു. കാര്യം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന, ഇന്ന് ഈ 2024 ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും 2014 ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. ആ ഗ്രൂപ്പിലെ ചാറ്റ്സ് ലഭ്യമാണെങ്കിൽ അത് മനസ്സിലാവും. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സയന്റിഫിക് കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. രഞ്ജു, ഞാൻ, പിന്നെ അശോക് എന്ന് പറഞ്ഞൊരു കക്ഷി ബാംഗ്ലൂരുള്ള, ഇങ്ങനെ കുറച്ച് പേരാണ് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നത്. എനിവേ, അത് കഴിഞ്ഞിട്ട് ഈ മത്സര ലെവലിലേക്ക് വരാനായിട്ട് എപ്പോഴാണ് തുടങ്ങിയത്? അതില് മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ പറയാം,
നമ്മുടെ ആ ഗ്രൂപ്പ് കാരണം ഗ്രൂപ്പിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഫുള്ള് സീരിയസ് ആണ്. കാരണം എല്ലാവർക്കും റൈഡ് ചെയ്യാൻ ഭയങ്കര താല്പര്യം. എന്നിട്ട് ഇത് എങ്ങനെ പെർഫോമൻസ് കൂട്ടാം ആ ഒരു രീതിയിലാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഞങ്ങൾ ആദ്യം ലോക്കൽ ഈവന്റുകളൊക്കെ എങ്ങനെ നോക്കി. അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നമുക്ക് പോവാം, ബാംഗ്ലൂർ പോവാം. പുള്ളി ഭയങ്കര ഒരു സ്പിരിറ്റ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളെ കൊണ്ട് പുള്ളി സത്യം. കാരണം അന്നൊക്കെ എനിക്ക് വലിയ അറിവൊന്നുമില്ല. പുള്ളി എന്നെ കൊണ്ട്, എനിക്ക് ഈ ലോക്കൽ അറിവ് മാത്രമേ ഉള്ളൂ. പുള്ളി എന്നെ കൊണ്ട് നമുക്ക് ബാംഗ്ലൂർ മത്സരിക്കാൻ പോവാം. അങ്ങനെ പുള്ളി ബാംഗ്ലൂർ പോകും. കോയമ്പത്തൂർ അന്ന് ക്രിട്ടേറിയം, കോയമ്പത്തൂർ ക്രിട്ടേറിയം ഉണ്ട്. അതിനാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളി എന്നെ കൊണ്ടുപോയത്. എനിക്ക് ഒരു മെഡൽ കിട്ടിയായിരുന്നു. അവിടെ നിന്ന് തുടക്കം. ആ ഫസ്റ്റ് മത്സരത്തിൽ മെഡൽ കിട്ടിയതുകൊണ്ട് ഭയങ്കര എനർജി ആയിരുന്നു. അത് എത്ര കിലോമീറ്റർ ആയിരുന്നു? അത് ക്രിട്ടേറിയമാണ്. അത് എനിക്ക് തോന്നുന്നു 30-40 കിലോമീറ്റർ സ്പ്രിന്റ് ഇവന്റ് ആയിരിക്കും. ഓരോ ലാപ്പിലും സ്പ്രിന്റ് ഇവന്റ്. അപ്പൊ അതിൽ എനിക്കൊരു ബോഡിയും കിട്ടിയായിരുന്നു. ഫസ്റ്റ് ഈവന്റിൽ തന്നെ ബോഡിയും കിട്ടി. അപ്പൊ അതായിരുന്നു തുടക്കം. അപ്പൊ പിന്നെ അതിനുശേഷം പിന്നെ അങ്ങ് എനർജി ആയി. പിന്നെ കൂടെ പുള്ളി വിളിക്കുന്ന എല്ലാ ഇവന്റിലും പോകും. ബാംഗ്ലൂരിൽ തന്നെ BBC അന്ന് മുതലേ BBC ഉണ്ട്. അപ്പൊ BBC പോയി. അതാണ് കാരണം നല്ല എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഇതിന്റെ മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പുള്ളിയല്ലേ നമ്മളെ ഗ്രൂപ്പിൽ എല്ലാവരും പറയും, നമ്മൾ എത്രത്തോളം ഈവന്റ് പോകുന്നോ നമുക്ക് എത്രത്തോളം അതിനനുസരിച്ച് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ അറിവുകൾ കിട്ടും, പുതിയ ഫ്രണ്ട്സിനെ കിട്ടും. അത് ശരിയാ. കാരണം ഇത്രയും കാലം കൊണ്ട് എനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പോയി ഈവന്റുകളിലെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. കാരണം പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ സൈക്ലിംഗ് ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ രഞ്ജു ഇത് സ്റ്റാർട്ട് ചെയ്തത് രഞ്ജു ടൊയോട്ടയിൽ ഇരുന്ന കാലഘട്ടത്തിലായിരുന്നല്ലോ. ടൊയോട്ടയിൽ ഇരുന്ന കാലഘട്ടം സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തത്. ടൊയോട്ടയില് ലീവൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ടൊയോട്ട മാനേജർ പുള്ളി നമ്മുടെ സൈക്ലിസ്റ്റ് ആയിരുന്നു. പുള്ളി സൈക്കിൾ കൊടുത്തു. രമേഷ് ഇപ്പോഴും നമ്മുടെ ശംഖും ലൂപ്പിൽ രാവിലെ ചില ദിവസങ്ങൾ ഓടുന്നത്, ചില ദിവസം സൈക്കിളിലും കാണുന്ന ഒരു വിഷയമാണ്. പുള്ളി എനിക്ക് ആദ്യം സൈക്കിൾ മേടിക്കാൻ പൈസ ഉണ്ട്. അത് ആദ്യം പറയണം പ്രത്യേകിച്ച്. കാരണം എനിക്ക് പൈസ ഇല്ലാത്ത സമയത്ത് പുള്ളിയുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് പുള്ളി എനിക്ക് ആദ്യം സൈക്കിൾ മേടിച്ചത്. അന്നൊരു സൈക്ലിംഗ് ക്ലബ് ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ ജസ്റ്റ് ഞായറാഴ്ച ലോങ് റൈഡും അങ്ങനെ ടൊയോട്ടയുടെ മെമ്പേഴ്സ് എല്ലാം ഉള്ള. അപ്പം ആ പുള്ളിയാണ് എനിക്ക് ആദ്യം ഒരു MTV മേടിച്ചത്. അന്നാണ് പിന്നെ കുറച്ച് സീരിയസ് ആയിട്ട് റൈഡൊക്കെ തുടങ്ങിയിട്ട് അങ്ങനെ ലോക്കൽ നമ്മൾക്കിപ്പോ ഒരു ഡെസ്റ്റിനേഷൻ റൈഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നിങ്ങള് ടൊയോട്ടയിൽ എത്ര മണിക്കായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് ആ സമയത്ത്? ടൊയോട്ടയിൽ 9 മണിക്ക് കയറണം. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ആ സമയത്ത് അതാണ് ഈ സൈക്ലിംഗ് എന്താ പറയാ, ടൊയോട്ടയിൽ വർക്ക് ചെയ്തിട്ട് ഞാനിപ്പോ ഡെയിലി ഞാൻ പറഞ്ഞില്ലേ രാവിലെ നെടുമങ്ങാടുന്ന് ആദ്യം കഴക്കൂട്ടത്താണ് വർക്ക് ചെയ്യുന്നത്. കഴക്കൂട്ടം വരെ പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈഞ്ചക്കൽ പുതിയ ഷോറൂം തുടങ്ങിയപ്പോ ഈഞ്ചക്കലോട്ട് മാറി. അപ്പൊ ഞാൻ ഈ ഡെയിലി ഒരേ റൂട്ടിൽ പോകത്തില്ല. കാരണം എന്നും പോകുമ്പോ ആ റൂട്ടിൽ ഒരു ബോറടിക്കും. പിന്നെ ആ റൂട്ടിൽ സെഗ്മെന്റ് എല്ലാ ദിവസം കാണാൻ സെഗ്മെന്റ് അല്ലേ. ഇപ്പൊ ട്രാവൽ സെഗ്മെന്റ് ഒക്കെ നോക്കിയാൽ പോകണം. അത് എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യും? എനിക്ക് എന്താ പറയാ, ഞാൻ നെടുമങ്ങാടുന്ന് ടൊയോട്ട പോകാൻ എനിക്ക് 1 മണിക്കൂർ ഇതുണ്ടായിരുന്നു. കറക്റ്റ് ഒരു 23 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ അവിടെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണം. സൈക്കിൾ അല്ലാതെ നിങ്ങൾ ബൈക്കിലൊന്നും വരാല്ല? ഇല്ല. ഞാനിപ്പോ റൈഡ് ചെയ്ത നേരെ ഓഫീസിൽ പോകും. വൈകുന്നേരം അത് തിരിച്ചിട്ടാക്കി. അപ്പൊ ഞാനിത് പ്ലാൻ ചെയ്യും. കാരണം നാളെ രാത്രി വീട്ടിൽ ചെന്നോണ്ടേ നാളത്തെ റൂട്ട് പ്ലാൻ ചെയ്തിട്ട് ഇന്ന് വട്ടപ്പാറ വഴി പോവാം ഇന്ന് പ്ലാൻ ചെയ്യും. അങ്ങനെ നേരെ കറങ്ങി വട്ടപ്പാറ വഴി പോകും. എന്നിട്ട് അവിടുത്തെ കുറച്ച് സെഗ്മെന്റ് പോകും. അപ്പൊ ഈ ട്രിവാൻഡ്രത്ത് അന്ത പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എല്ലാ സെഗ്മെന്റിലും ഫസ്റ്റ് നിൽക്കുന്നത് അനുകൂട്ടിയാണ്. അപ്പൊ ഈ പുള്ളിക്കാരനെ ഞാൻ പരിചയപ്പെട്ട അങ്ങനെയാണ്. ട്രാവലിയാ പരിചയപ്പെടുന്നത്. ഈ പുള്ളിക്കാരന്റെ ഓരോ കോമിങ്ങനെ പൊക്കോണ്ടിരിക്കും തോറും ഞാൻ സത്യം എനിക്ക് പുള്ളി അറിയത്തില്ല. ഞാൻ നോക്കുമ്പോ പുള്ളിയാണ് കോമാണ്. വെറുതെ ചവിട്ടുന്നു എനിക്ക് കിട്ടുന്നു. ഞാൻ MTVയിലാണ് ഈ കോം മൊത്തം എടുത്തോണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് വന്നായിരുന്നു ഈ അനുകൂട്ടി. അപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ഒരു ദിവസം എനിക്ക് മെസ്സേജ് വന്നു, നീ ഞങ്ങളവിടെ റൈഡ് വന്നോണ്ട് ചോദിച്ചു. ആ ഒറ്റ ചോദ്യം എന്നെ ഈ ലെവലിൽ എത്തിച്ചത്. അങ്ങനെ ആ പുള്ളിയിലേക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഈ ടൊയോട്ടയിലേക്ക് 9 മണിക്ക് കയറണം. ഇവര് റൈഡ് രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഞാൻ നെടുമങ്ങാട് 5 മണിക്ക് ചവിട്ടി നേരെ ശംഖുമുഖത്ത് വന്നിട്ട് അന്ന് ശംഖുമുഖത്താണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. ഇത് ഏത് വർഷമാണ്? 2012-13 ഇതില് മറ്റേ സോഷ്യൽ മീഡിയയില് അല്ലെങ്കിൽ ഈ സ്ട്രാവയില് കോമ കിട്ടുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അന്ന് പ്രത്യേകിച്ച് നമുക്ക് വലിയ സെഗ്മെന്റ് ഒന്നും ഇല്ല. അത് ആ പുള്ളി ക്രിയേറ്റ് ചെയ്ത സെഗ്മെന്റ്. ഇവിടെ ഒന്നും ആർക്കും സ്ട്രാവയൊന്നും അറിയത്തില്ല. അതെ, ഒന്നും അറിയത്തില്ല. സ്ട്രാവയിൽ ഇപ്പോഴത്തെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു റൈഡിങ് സെഗ്മെന്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. അന്ന് ഫുള്ള് ഫ്രീ ആയിരുന്നു. പ്രീമിയം ഒന്നും അക്കൗണ്ട് ഇല്ല സ്ട്രാവയിൽ. സ്റ്റാർട്ടപ്പ് ടൈം ആയിരുന്നു. അപ്പൊ ഈ പുള്ളിയോട് പിന്നെ റൈഡിനൊക്കെ പോയി. അപ്പൊ ഇവിടെ ഒരു ഫോർണർ ഉണ്ടായിരുന്നില്ല, ഓക്കെ എന്ന് പറഞ്ഞ പുള്ളിക്കാരനുണ്ടായിരുന്നു. അപ്പൊ ഇവര് രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ചുമ്മാ 30-35 ചവിട്ടും. അപ്പൊ ഞാൻ ഈ MTV കൊണ്ട് ഓരോ പുറകിൽ 30 ചവിട്ടും. അവസാനമാകുമ്പോൾ കളി പോകും. അന്ന് പുള്ളിക്കാരൻ രഞ്ജുവിന്റെ അടുത്ത് കുറ്റകരമായി പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് പറഞ്ഞത് വൈ യു ആർ നോട്ട് ഹാവിംഗ് ഫുഡ് ആൻഡ് കമ്മിങ്. അന്നത്തെ കാലത്ത് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ രാവിലെ ഇറങ്ങും.
വീട്ടിൽ നിന്ന് 5 മണിക്ക് ഇറങ്ങും. അപ്പൊ ഫുഡിന്റെ കാര്യം നടക്കത്തില്ല. കാരണം വീട്ടുകാർക്ക് രാവിലെ നമ്മൾ നേരത്തെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഫുഡ് ഭയങ്കര ശോകമാണ്. കാരണം പിന്നെ ഞാൻ തന്നെ അതിനെ കുറിച്ച് റിസർച്ച് ചെയ്ത്. കാരണം പിന്നെ ഇത് നമുക്ക് പറ്റാതെ വരും. കാരണം സൈക്ലിംഗ് ചെയ്യുന്നതാണ്. ഇപ്പം പ്രൊഫഷനിലോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. കാരണം ഈ കാണിക്കുന്ന എല്ലാം മണ്ടത്തരങ്ങളാണ്. കാരണം ഫുഡ് കഴിച്ചില്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഞാനെ കുറിച്ച് റിസർച്ച് ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് എന്താ പറയാ, ഇത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ഈവന്റൊക്കെ കുറെ ആൾക്കാരെ ഫ്രണ്ട്സിനെ പരിചയം. അങ്ങനെ ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ഞാനൊരു പ്രൊഫഷണൽ ആയിട്ട് ഒരു കോച്ചിന്റെ അടുത്ത് ട്രെയിനിങ് പോയായിരുന്നു. അപ്പൊ ആ തുടക്കം എങ്ങനെയാ വന്നത്? ആ പ്രൊഫഷണൽ വേണം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ചെയ്യാനായിട്ട് പലരുടെയും പ്രേരണ എന്തിലെങ്കിലും ഒരു തോൽവി വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്കൊരു ഇഞ്ചുറി വരുമ്പോഴോ എപ്പോഴാണ് ആ പ്രൊഫഷണൽ എന്നുള്ള ഒരു പോയിന്റ്? അല്ലെങ്കിൽ ഇപ്പോഴും നമ്മള് രഞ്ജുവിന്റെ ആ ഒരു ഹോബിയിൽ നിൽക്കുകയാണ്, നമ്മള് മറ്റേലോട്ട് വരുന്നില്ല. അപ്പം അത് എപ്പോഴാണ് വന്നത്? ആ പ്രൊഫഷണലിലോട്ട് കയറണം, അതെന്തായിരുന്നു അതിന്റെ പ്രേരണ? പ്രൊഫഷണൽ ഞാനല്ലേ ഇപ്പം ഈവന്റ് ഇതുപോലെ സ്റ്റേറ്റ് ഈവന്റുകൾ പോകുമ്പോഴത്തേക്ക് എല്ലാ പ്രാവശ്യം ഫെയിലാണ്. സ്റ്റേറ്റ് ഈവന്റ് കിട്ടത്തേ ഇല്ല. കാരണം ഓരോ പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് ലാസ്റ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. കാരണം എനിക്ക് തന്നെ ഭയങ്കര സങ്കടം വന്നു തുടങ്ങി. സൈക്കിളിനാണോ? ഒരിക്കലും ഒരു 4th പൊസിഷൻ വന്നില്ല. അങ്ങനെ ഇത് എന്താ പറയാ, മെഡൽ വരത്തില്ല. കാരണം നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്തു, ഇത്രയും ട്രെയിനിങ് ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തു. കാരണം എന്തുകൊണ്ട് കിട്ടുന്നില്ല? ബാക്കിയുള്ളവർക്ക് മെഡൽ കിട്ടുന്നുണ്ട്, ഇത് കിട്ടുന്നില്ല. എങ്ങനെയാണ് റിസർച്ച് ചെയ്തത്? ഞാനിപ്പോ എന്താ പറയാ, ഒരുപാട് അടുത്ത് ചോദിച്ചു നോക്കി. കാരണം അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഗ്രൂപ്പിൽ തന്നെ അന്ന് നല്ല ഗ്രൂപ്പായിരുന്നു. കാരണം ആ ഒരു റോഡീസ് ക്ലബ് എന്ന് വെച്ചാൽ വളരെ സീരിയസ് റേസിംഗ്, ഭയങ്കര സീരിയസ് ഡിസ്കഷൻസ് ആയിരുന്നു. ഇതിലിങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ പറയും, ന്യൂട്രീഷന്റെ കുറവാണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, കഴിക്കുന്ന ഫുഡിന്റേത്, നമ്മള് എന്താ പറയാ റൈഡ് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന പ്രോപ്പർ അല്ല. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ മനസ്സിലായപ്പോ ഓക്കെ, കുറെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി. പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത്, പിന്നെ ഞാൻ അതിനുശേഷം ഞങ്ങളെ ഗ്രൂപ്പിൽ തന്നെ എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും ചെയ്യണം മണ്ടത്തരങ്ങൾ മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കോച്ചിന്റെ അടുത്ത് നമ്മൾ ആ റോഡീസ് ക്ലബിനെ ഒന്നും കൂടെ ഒന്ന് എന്താ പറയാ ഒന്ന് ഡെവലപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് നവീൻ ജോൺ ആദ്യം വിളിച്ചായിരുന്നു. നവീൻ ജോണിനെ വിളിച്ചിട്ട് ഒരു വീഡിയോ കോൾ ചെയ്തു. പുള്ളി കുറെ കാര്യങ്ങൾ പറഞ്ഞതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് സ്ട്രെച്ചിങ്ങിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഡോക്ടർ സ്പെക്ട്രം ഫിസിയോനെ വിളിച്ച് ഞങ്ങളൊരു ഇവിടെ പുള്ളി വന്നു, ഞങ്ങൾക്ക് കുറെ സ്ട്രെച്ചിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് അങ്ങനെയാണ് ഇതിന്റെ ആക്ച്വലി ഇന്റർവ്യൂ തുടങ്ങി. എന്നിട്ട് നവീൻ ജോണിനെ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് പുള്ളി ട്രെയിൻ ചെയ്തുകൊണ്ട് ഒരു കോച്ച് ഉണ്ട്, ആ പുള്ളിയുടെ കോൺടാക്ട് ചെയ്തായിരുന്നു. നവീൻ ജോൺ എത്ര പ്രായം വരും? നവീൻ ജോൺ അതിപ്പം 2011 പുള്ളി ഇവിടെ നാഷണൽ വന്ന സമയത്ത് അനൂപറിന് നവീൻ ജോൺ നല്ല ഫ്രണ്ട്സ്. പുള്ളി വലിയ പ്രായമൊന്നുമില്ല. ഇല്ല, ഇപ്പം പുള്ളിക്ക് 35 എന്തോ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു 25 28 ഒക്കെ ആയി കാണത്തുള്ളൂ. മനസ്സിലായി. പിന്നെ ആ പുള്ളി തന്ന കോൺട്രാക്റ്റിൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ട്രെയിൻ തുടങ്ങിയായിരുന്നു ആ പുള്ളി കോച്ചിന്റെ അടുത്ത്. അതാണ് ആദ്യത്തെ സ്റ്റാർട്ടിങ് തോന്നുന്നു ഒരു കോച്ചിന്റെ അടുത്ത് ട്രെയിനിങ് സ്റ്റാർട്ട്. പക്ഷെ ആ പുള്ളി കുറെ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം പുള്ളി നമ്മളെ ജസ്റ്റ് ട്രെയിനിങ് മാത്രമേ തരത്തുള്ളൂ, നമ്മളെ വർക്കൗട്ട് ഒന്നും നോക്കത്തില്ല. കാരണം ഞങ്ങൾ ബേസിക് പ്ലാൻ ആയിരുന്നു. കാരണം ഞങ്ങൾ എല്ലാവരും പൈസ ഒരു ബേസിക് പ്ലാൻ ആയിരുന്നു. പിന്നെ അതിലെനിക്ക് ട്രെയിനിങ് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് സ്റ്റേറ്റിൽ 3rd കിട്ടിയായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മനസ്സിലായത് ഇത് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും അവരവരെ ട്രെയിനിങ് വേണം. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരൻ ഒരു ആക്സിഡന്റ് പുള്ളി മരിച്ചു. അതോടെ ഈ ഗ്രൂപ്പ് അങ്ങ് എന്താ പറയാ ഗ്രൂപ്പ് അതോടെ അങ്ങ് നിന്നു. പിന്നെ ഈ ഗ്രൂപ്പിൽ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തൊഴിഞ്ഞു പോയി കാരണം ആരും റൈഡില്ല. പിന്നെ ആക്ടിവിറ്റിയെ ഇല്ലാതായ ഗ്രൂപ്പിൽ ഭയങ്കര ലൈവായിട്ടിരുന്ന ഒരു ഗ്രൂപ്പ്. പിന്നെ 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, ഞാനും റൈഡില്ലായിരുന്നു. 3 മാസം കഴിഞ്ഞ് റൈഡില്ലാതിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, കാരണം എനിക്ക് എന്റെ ആ പഴയ ഫിറ്റ്നസ് ഒക്കെ പോയി. അപ്പോഴും വർക്കിംഗ് ആയിരുന്നു. ഞാൻ ടോയ്ലറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം നമ്മൾ ചെയ്തോളുന്ന കാര്യം പോയപ്പോഴത്തേക്കും മൊത്തത്തിൽ മെന്റലി എന്നെ ഡൗൺ ആയി. പിന്നെ ഇത് തിരിച്ചു കൊണ്ടുവന്നാലേ പറ്റുള്ളൂ അവസ്ഥ. അങ്ങനെ ഞാൻ പിന്നെ എന്റെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് സംസാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ പഴയതുപോലെ ജസ്റ്റ് വെറുതെ എങ്ങോട്ടെങ്കിലും ഒക്കെ റൈഡ് പോയി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ പിന്നെ കുറച്ച് ദിവസം റൈഡ് ചെയ്തിട്ട് നേരെ ഒരു ട്രിപ്പ് പോകാന്ന് വെച്ചോണ്ട് നേരെ വീശപ്പുലി പോലെ സൈക്കിളിൽ പോകാൻ വെച്ചു. പിന്നെ ഞാൻ എന്റെ ഫ്രണ്ട്സും കൂടെ നേരെ മൂന്നാർ ബസ് നെടുമങ്ങാട് ബസ്സിന്റെ മേലെ സൈക്കിൾ എടുത്തിട്ട് മൂന്നാർ പോയി. കാരണം ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചുകൊണ്ട് നേരെ മൂന്നാർ പോയി വീശപ്പുലി മേലേക്ക്. അവിടെ ചെന്നാൽ മനസ്സിലായി ആരും വീശപ്പുലിയുടെ സൈക്കിളോട്ട് പോയിട്ടില്ല. അങ്ങനെ ഞങ്ങള് നേരെ അവിടെ ചവിട്ടി വെള്ളം കയറിയിട്ട് പിന്നെ തിരിച്ചു വന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ നിർത്തിയിട്ടില്ല. പിന്നെ സൈക്ലിങ് പിന്നെ വേറെ രീതിയിൽ പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഒരു കോച്ചിനെ കണ്ടുപിടിച്ച് UK. പിന്നെ ആ പുള്ളി എടുത്ത് ട്രെയിനിങ് പോയി. ആ ഒരു ഫേസ്, അതായത് നമ്മളിപ്പം പ്രൊഫഷണലി സൈക്ലിംഗ് തുടങ്ങി, അതിനുശേഷം ഒരു ബ്രേക്ക് വന്നു. അത് കഴിഞ്ഞ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു. അപ്പൊ റീസ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക്
എങ്ങനെയാണ് ഈ UK കോച്ചുമായിട്ട് ഒരു ബന്ധം വന്നത്? ഈ പുള്ളിയെ കണ്ടുപിടിച്ചത് ഒരു കോമഡിയാണ്. കാരണം ഞാനിങ്ങനെ എല്ലാത്തിനും റിസർച്ച് ചെയ്യും. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ട്രെയിനിങ് ചെയ്യണത്, പവർ മീറ്റർ, ഈ ഹാർട്ട് റേറ്റ്, ഇതെല്ലാം നമ്മുടെ ഞാൻ പറയാം റോഡീസ് ക്ലബിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. കാരണം ഈ അനുപേട്ട സൈക്കിളിൽ എത്തിയ പുള്ളിയുടെ പവർ മീറ്റർ എനിക്ക് തന്നായിരുന്നു. അപ്പൊ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഇങ്ങനെ അങ്ങനെ ഫേസ്ബുക്കിൽ അന്ന് ട്രെയിനിങ് വീക്സിന് ഒരു പേജ് ഉണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിറ്റിക്ക് നമുക്ക് എന്ത് പോസ്റ്റ് ചെയ്താലും സംശയം ഇട്ടാലും അപ്പോഴത് ക്ലിയർ ആവും. കാരണം അതിന്റെ അകത്ത് വേൾഡ് ലെവലിൽ എല്ലാ ആൾക്കാരും ഉണ്ട്. നവീൻ ജോണൊക്കെ ആ ഗ്രൂപ്പിന്റെ അകത്തുണ്ട്. അപ്പൊ അവരെങ്ങനെ ക്ലിയർ ചെയ്യും. അങ്ങനെ ഇതൊക്കെയാണ് സെർച്ച് ചെയ്തപ്പോ ഒരു പുള്ളിക്കാരനെ കിട്ടി. ആ പുള്ളിക്ക് വെറുതെ മെസ്സേജ് ചോദിക്കും, ഇങ്ങനെ ഞാൻ ഇവിടെ ഇന്ത്യയിലാണ് എന്നൊക്കെ പറഞ്ഞ് ട്രെയിൻ. പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പുള്ളി UK ആർമി കോച്ചാ സൈക്ലിംഗ്. പുള്ളി പറഞ്ഞു ഓക്കെ ട്രെയിനിങ് തരാം. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ പറയാൻ പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് നീ പൈസയും തരണ്ട, ഞാൻ ജസ്റ്റ് വീക്കിലി ട്രെയിനിങ് അയച്ചു തരാം, ജസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് ട്രെയിനിങ് തന്നു. പുള്ളിയുടെ തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ ഒരുപാട് ഈവന്റ് പോയി, എല്ലാത്തിനും നല്ല റിസൾട്ടും ആയിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ട്രിവാൻഡ്രം സൈക്കിൾ തോന്നുന്ന ഈവന്റ് വെച്ചത്. ഫസ്റ്റ് ഇയർ നടന്ന ഈവന്റിൽ എന്റെ സൈക്കിളിന് ഒരു മെക്കാനിക്കൽ പ്രോബ്ലം വന്നായിരുന്നു. എന്റെ ബാക്കിലെ കെസറ്റ് ഫിനിഷിംഗ് പോലെ ഇതും ബാക്കിലെ കെസറ്റ് സ്റ്റക്കായിട്ട് ആ റൈഡ് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, അത് പോയി. എന്നിട്ട് പോയിട്ട് ഞാൻ ആ സൈക്കിൾ ചവിട്ടി ഞാൻ ക്രാഷ് ആയിട്ട് എനിക്ക് സ്പൈനിൽ ഒരു ഇഞ്ചുറി വന്നു. അങ്ങനെ എനിക്കൊരു 3 മാസം എനിക്ക് പിന്നെ സൈക്ലിംഗ് ചെയ്യാൻ പറ്റാതെ ഞാൻ ഹോസ്പിറ്റലിൽ ചെയ്തായിരുന്നു. രാകേഷനൊക്കെ വന്ന് കണ്ടായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് പിന്നെ സൈക്ലിംഗ് ചെയ്യാൻ 3 മാസം പറ്റില്ല, കാരണം എനിക്ക് ബാക്ക് കംപ്രഷൻ വന്നു എന്റെ സ്പൈനിൽ. അങ്ങനെ പിന്നെ എനിക്ക് ഫുൾ ബെഡ് റെസ്റ്റ് ആയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ സൈക്ലിംഗ് സീരിയസ് ആയിട്ട് നടക്കാനുള്ള മെയിൻ കാരണം അതാണ്. കാരണം എനിക്ക് ബെഡ് റെസ്റ്റ് ആയിട്ട് ഞാൻ 3 മാസം കഴിഞ്ഞു റിക്കവറി ആയ ശേഷം എനിക്ക് ഈ സൈക്ലിംഗ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഒരു രക്ഷയില്ല. കാരണം ഞാൻ സീറോ. കാരണം എന്റെ ലെവലൊക്കെ പോയി. ഞാൻ ഏത് ലെവലിൽ നിന്ന് ഏത് ലെവലിൽ ഇരിക്കുന്നു എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എനിക്ക് ഒരു അരമണിക്കൂർ റൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പൊ ബാക്ക് പെയിൻ. പിന്നെ ഞാൻ അത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചോണ്ട് ഞാൻ സ്വന്തമായിട്ട് ഞാൻ ഇതുപോലെ ഒരുപാട് റിസർച്ച് പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ബേസിക് ലോവർ ബോഡി വർക്കൗട്ടും അങ്ങനെ ഇതൊക്കെ ചെയ്ത് പിന്നെ ഞാൻ വീണ്ടും ആ കോച്ചിന്റെ അടുത്ത് പോയി ട്രെയിനിങ് റീസ്റ്റാർട്ട് ചെയ്ത്. എന്നിട്ട് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് പൊന്മുടി പോവുക. എന്റെ ഇതുപോലെ കുറച്ച് ട്രെയിനിങ് ചെയ്തിട്ട് പൊന്മുടി പോയിട്ട് എനിക്ക് പറ്റുന്നേ ഇല്ല. പൊന്മുടിയുടെ പകുതി എയർപിന്നിൽ ഞാൻ നിർത്തി. സാധാരണ ഞാൻ നോൺ സ്റ്റോപ്പ്, അതിന് മുന്നേ ഞാൻ 42 ഏറ്റവും ബെസ്റ്റ് ടൈമിൽ ചെയ്തിട്ടുള്ളത്. ഈ പൊന്മുടി ചവിട്ടാൻ പറ്റുന്നില്ല, ഞാൻ അവിടെ നിർത്തിയിട്ട് തിരിച്ചു കയറിയില്ല, പറ്റുന്നില്ല. തിരിച്ചു വന്നിട്ട് പിന്നെ ഞാൻ ഒരു തീരുമാനം എടുത്തു, ഇനി ഞാൻ നല്ലോണം ട്രെയിൻ ചെയ്തിട്ട് പൊന്മുടി പോകണമെന്ന് പറഞ്ഞു. അവസാനം ഞാൻ അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ചു. ഞാൻ അതിനൊരു ഗോൾ സെറ്റ് ചെയ്തു. കാരണം എനിക്ക് ആ പൊന്മുടി ഒരു 50 മിനിറ്റ് ചെയ്യണം എന്നുകൊണ്ടാണ് ഞാൻ 42 മിനിറ്റ് ചെയ്ത് ഞാൻ 50 മിനിറ്റ് ചെയ്യണം എന്നൊരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഞാൻ ട്രെയിൻ ചെയ്ത് 3 മാസം ട്രെയിൻ ചെയ്ത് നേരെ പോയി 43 ആദ്യത്തെ ടൈം. അത് ചേഞ്ച് ചെയ്ത് 42 ആയി. ആലോചിച്ച് ആ ടൈം ഞാൻ ചേഞ്ച് ചെയ്തത്. ആ ടൈമാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. അങ്ങനെയാണ് വീണ്ടും ഞാൻ ഇപ്പൊ മനസ്സിലായി. കാരണം നമ്മൾ നിർത്തിയാലും തിരിച്ച് ചെയ്യാം, പക്ഷെ ഇതിനെല്ലാത്തിനും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ട്രെയിനിങ് ആണ് വേണ്ടത്. നമ്മള് ചുമ്മാ തോന്നും പോലെ വെറുതെ അങ്ങോട്ട് ചവിട്ടിയ കാര്യമില്ല. കാരണം ഞാൻ ഒരുപാട് മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. കാരണം രാവിലെ ജോലിക്ക് വേണ്ടി ചവിട്ടുന്നു, വൈകുന്നേരം തിരിച്ചു ചവിട്ടുന്നു, അതെല്ലാം മണ്ടത്തരങ്ങളാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. കാരണം വെറുതെ സ്ട്രെസ് ഓവർ ട്രെയിൻഡ് ആയിട്ട് ചുമ്മാ മസിൽ ലോസ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അലോപേഷൻ വന്നിട്ടുണ്ടായിരുന്നു. തലയിൽ മുടിയെല്ലാം പോയിട്ട് ഭയങ്കര പ്രശ്നം. കാരണം ഇതുപോലെ വൈറ്റമിൻസ് ഒന്നും ഇല്ല ബോഡിയിൽ. കാരണം മൊത്തം പൊക്കോണ്ടിരിക്കുക, തിരിച്ച് കയറ്റത്തില്ല. അതാണ് പ്രശ്നം. അപ്പം ഒരു ഇതായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത വേർഡ് റിസർച്ച് ആണ്. ഈ ഒരു സംഭവം പലരും യൂസ് ചെയ്യത്തില്ല. ബിക്കോസ് നമ്മളൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതെങ്ങനെ ഉപയോഗിക്കും എന്നല്ലാതെ എങ്ങനെ ഉപയോഗിക്കണം, ഡയറക്ഷൻസ് ഫോർ യൂസ് എന്നുള്ള ഒരു സാധനം നമ്മളുടെ ഹിസ്റ്ററിയിലില്ല. സൈക്കിൾ എടുത്തുകൊണ്ട് വന്നാൽ നേരെ ചവിട്ടുക, അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നേരെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു TV വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് യൂസർ മാനുവൽ. അപ്പം ഞാൻ ഇത്ര നേരം സംസാരിച്ച ഇതിൽ നിങ്ങളെ റിസർച്ച് എന്നുള്ള വാക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. റീസൺ ബീങ് ആ പഠനം ആണ് നിങ്ങളെ ഓരോ സ്റ്റെപ്പിലും നിങ്ങളെ കാണിച്ചത്. അപ്പം ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് UK കാണിച്ചപ്പം ആ സമയത്ത് ഇന്റർനെറ്റ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നാലും, ആ സമയത്ത് ഒരുപാട് ഫണ്ടുള്ള ആൾക്കാരുണ്ടായിരുന്നാലും, ആ സമയത്ത് ഒരുപാട് നല്ല സൈക്കിളുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇന്ന് സൈക്ലിസ്റ്റ് ആണോ? ഉത്തരം അല്ല. ഇന്ന് അവര് വീട്ടിലിരിക്കുകയായിരിക്കും. ബിക്കോസ് ആ കൺസിസ്റ്റൻസി ഇൻ നോയിങ് ദാറ്റ് ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് കോൺസെപ്റ്റ് വെരി ക്ലിയർ ആൻഡ് ദെൻ ഡൂയിങ്. നിങ്ങളത് ടെസ്റ്റ് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഓരോ ഫേസിലും ഒരു വീഴ്ച വീണപ്പോഴത്തേക്ക് നിങ്ങൾ അതെല്ലാം ട്രൈ നോക്കി. ഇല്ല, ട്രെയിനിങ് തന്നെയാണ് എൻ്റെ.
ട്രെയിനിങ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ ഇത് റിസർച്ച് ചെയ്തു, പിന്നെയും നിങ്ങൾ എന്ത് തിരിച്ചു വന്നു, തിരിച്ചു പോയി പിന്നെയും നിങ്ങൾ റിസർച്ച് ചെയ്തു. അപ്പം ദാറ്റ് വാസ് ബിഗ് ലേണിംഗ്. ബിക്കോസ് പലരും ഇവിടെ ആ ഒരു ബുക്കിഷ് നോളജ്, ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ബുക്ക് പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു ഇതല്ല, നോളജ് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നിങ്ങൾ അത് സീക്കാനായിട്ടുള്ള പല വാതിലുകളും മുട്ടി നോക്കി ആ വാതിലുകളെല്ലാം നിങ്ങൾ തുറന്നുകൊണ്ട് ഇന്ന് നിങ്ങളായി. ഈ ട്രെയിനിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആക്ച്വലി ആ ഒരു ട്രെയിനിങ്ങും ഒരു റേസിംഗിന്റെ ഒരു പീരീഡ് കഴിഞ്ഞിട്ട് രഞ്ജു കോച്ചിങ്ങിലേക്ക് വന്നു. പിന്നെ അപ്പോൾ കോച്ചിങ്ങിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറച്ച് ആൾക്കാർ തുടക്കത്തിൽ കുറവായിരുന്നെങ്കിലും പിന്നെ ഒരുപാട് പേര് ഈ റേസിങ്ങിനോടുള്ള ഇഷ്ടം കൊണ്ടും പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് റേസിങ്ങിനേക്കാൾ കൂടുതൽ സ്ട്രക്ചേർഡ് ആയിട്ട് സൈക്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഭാഗമായതെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതായത് രഞ്ജിന്റെ കൂടെയുള്ള എല്ലാവരും റേസ് മുന്നിൽ കാണുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്ലാൻ ഫോളോ ചെയ്ത് ആ പാറ്റേണിൽ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രെയിനിങ് ഉള്ള സംഭവം, സൈക്ലിംഗ് മേഖലയിൽ ട്രെയിനിങ് ഈ സാധാരണ ഈ ലക്ഷവള്ളി, ഇപ്പം ഞാനൊക്കെ വളരെ ലക്ഷവള്ളിയായിട്ട് ചവിട്ടുന്ന ആൾക്കാരാണ്, ലോങ് ഡിസ്റ്റൻസ് ചവിട്ടുന്നു അല്ലെങ്കിൽ 50 ചവിട്ടുന്നു. ഇങ്ങനെയുള്ളവർക്ക് ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അവർ ഏത് തരത്തിലായിരിക്കും ട്രെയിൻ ചെയ്യേണ്ടത്? അല്ല, ഞാൻ അങ്ങനെ ഇപ്പം ആർക്ക് വേണം ട്രെയിൻ ചെയ്യാം. ഇപ്പം ഇന്ന ആൾ അങ്ങനെ ആളൊന്നുമില്ല. നമുക്ക് ട്രെയിനിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മെയിൻ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിട്ട്, ഇവിടെ നമ്മളിപ്പോൾ പലപ്പോഴും വിചാരിക്കുന്നത് ട്രെയിനിങ് ഈസ് ഈക്വൽ ടു റേസിംഗ് എന്നുള്ള മട്ടിലാണ് പലപ്പോഴും എടുക്കുന്നത്. അപ്പൊ അത് ട്രെയിൻ ചെയ്യുന്നത് ഇതിനു വേണ്ടി മാത്രമാണ്. അപ്പൊ എന്റെ ചോദ്യം, ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് അതിനു വേണ്ടി മാത്രം ലിമിറ്റ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ഒരു സൈക്ലിസ്റ്റിനെ സംബന്ധിച്ച് അത് എങ്ങനെ ചെയ്യാവുന്നതാണ്? ഈ ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമില്ല. നമുക്കൊരു ഞാൻ പറയാം, ആർക്ക് വേണം ട്രെയിനിങ് ചെയ്യാം. ട്രെയിനിങ് നമ്മളൊരു പ്രോപ്പർ ട്രെയിനിങ്, അതായത് ഒരു ഷെഡ്യൂളിൽ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറീസ് കുറെ കാര്യങ്ങളുണ്ട്, ഇതൊന്നും വരത്തില്ല. നമുക്ക് എന്താ പറയാ, നമ്മൾ റൈഡ് ചെയ്യാം, നമുക്ക് നമ്മളെ റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് ഒരു മെയിൻ കാര്യം. ഇപ്പം ഒരാൾ സ്ട്രഗിൾ ചെയ്ത് റൈഡ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ജസ്റ്റ് ഒരു നല്ലൊരു ട്രെയിനിങ് പ്ലാൻ ഒക്കെ ഫോളോ ചെയ്ത്, അതായത് ഇന്ന ദിവസം ഇത്ര മണിക്കൂർ മാത്രം റൈഡ്, അങ്ങനെ ആ ഇന്ന ട്രെയിനിങ് അങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റൈഡ് നല്ല ഫണ്ണായിരിക്കും. അതായത് നമുക്കൊരു എന്താ പറയാ, അത് എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാതെ എല്ലാ ദിവസവും ചവിട്ടി ഭയങ്കര സ്ട്രഗിൾ ചെയ്യും. ഞാൻ പറയാം, ഞാൻ ആദ്യത്തെ കുറെ ടൈമിലൊക്കെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന പിന്നെ ഞാൻ ഭയങ്കര സ്ട്രഗിളിങ് ആയി. രാത്രി കിടന്ന കാലൊക്കെ ഇങ്ങനെ പെരുക്കും. കാരണം രാവിലെ ചവിട്ടുന്നു, എനിക്ക് സ്ട്രെച്ചിങ് ഒന്നും അറിയത്തില്ല. അതാ പ്രശ്നം. ഇപ്പൊ നമ്മൾ ഒരു കറക്റ്റ് ഒരു ട്രെയിനിങ്, അതായത് ഇപ്പൊ ഒരു കോച്ചിന്റെ അടുത്ത് ട്രെയിനിങ് പോയി ഞാൻ പറയാം, അത് നിങ്ങൾ ആർക്ക് വേണം ചെയ്യാം. ഇപ്പൊ സൈക്ലിംഗ് ചെയ്യുന്ന ആൾക്ക് ഒരു പ്രോപ്പർ ട്രെയിനിങ് കിട്ടി കഴിഞ്ഞാൽ കാണിക്കുന്ന കുറെ മണ്ടത്തരങ്ങൾ അവിടെ അങ്ങ് ആ പ്രശ്നം അങ്ങ് മാറും. ആ മണ്ടത്തരമേ കാണിക്കത്തില്ല. കാരണം ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടെങ്കിൽ ആ മണ്ടത്തരങ്ങൾ കാണിക്കത്തില്ല. ഇപ്പം അനാവശ്യം ഒരു എഫേർട്ട് എടുക്കത്തില്ല. ഒരു ആ നമ്മൾ ചെയ്യുന്ന ട്രെയിനിങ് കറക്റ്റ് ഫോളോ ചെയ്തിട്ട്, കാരണം അറിയാം, ഒരു കോച്ചിന് അത് അറിയാം. കാരണം എവിടെ ഇന്റർവൽസ് വയ്ക്കണം, എവിടെ എഫേർട്ട് കൊടുക്കണം, ഇന്ന് ഏത് റൈഡ് പ്ലാൻ ചെയ്യണം, ഇതെല്ലാം പ്ലാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരത്തില്ല. ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ എന്താ പറയാ, പ്രോപ്പർ ഇഞ്ചുറി ഒന്നും വരാത്ത രീതിയിൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇതുപോലെ ഓരോ ഈവന്റ് ഒക്കെ പ്ലാൻ ചെയ്ത് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഗോൾ സെറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് നമുക്ക് ഇപ്പം നിങ്ങളിപ്പം ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തല്ലോ, നിങ്ങളുടെ കോച്ചിങ്ങിന്റെ പേര് റേസ് ഫിറ്റ് കോച്ചിങ്. അപ്പൊ റേസ് ഫിറ്റ് കോച്ചിങ് എന്ന് പറഞ്ഞൊരു കോച്ചിങ് ഇത് ഇവിടെ ഇന്ത്യയിൽ ഇല്ലേ? ഈ കോച്ചിങ് സെന്റേഴ്സ് അല്ലെങ്കിൽ കേരളത്തില് ഒരു പ്രൊഫഷണൽ കോച്ചിങ് സെന്റർ ഇല്ലേ? അല്ലെങ്കിൽ അത് എന്താണ് നിങ്ങൾക്ക് അത് തുടങ്ങാനുള്ള ഒരു പ്രേരണ എന്തുകൊണ്ടാണ്? അല്ല, നമ്മളെ ഇവിടെ ആക്ച്വലി എല്ലാവർക്കും ഒരു റൈസിങ്ങിന് വേണ്ടി മാത്രമേ ഇവിടെ കോച്ചിങ് ഉള്ളൂ. ട്രെയിനിങ് പിക്സ് എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ, ട്രെയിനിങ് പിക്സ്. അപ്പം അവർക്ക് ട്രെയിനിങ് പിക്സ് യൂണിവേഴ്സിറ്റി എന്നൊരു ഇതുണ്ട്. അപ്പൊ അതിൽ നമ്മള് ചെയ്ത് കോഴ്സ് ഉണ്ട്, ട്രെയിനിങ് പിക്സിന്റെ കോഴ്സ് ഉണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലെവൽ 1 കോച്ചിന്റെ ട്രെയിനിങ് കിട്ടും. അപ്പൊ അത് പഠിച്ച് നമുക്ക് ലെവൽ 1 ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ഇതിനെ കുറിച്ച് കുറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, സർട്ടിഫിക്കേഷൻ കിട്ടും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാം. അപ്പം ഞാൻ ഈ എന്താ പറയാ, ഈ റൈസ് ഫിറ്റ് കോച്ചിങ് തുടങ്ങാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ ട്രിവാൻഡ്രത്ത് തന്നെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരെല്ലാം എന്റെ കൂടെ റൈഡ് ചെയ്യും. ഇപ്പൊ ഇവര് തന്നെ പറയും, നിനക്ക് തുടങ്ങി കൂടിയ കാരണം ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. പിന്നെ ഇവരോട് ഈവന്റ് ഒക്കെ പോയി ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എല്ലാവരും ചോദിക്കും, എനിക്ക് ഇത് തുടങ്ങിക്കൂടെ, എങ്ങനെ തുടങ്ങിക്കൂടെ, ഞങ്ങൾക്ക് ട്രെയിൻ ചെയ്തോളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ടൈം ഇല്ലായിരുന്നു. കാരണം വർക്കും പ്രഷറും എല്ലാം ടൈം ഒട്ടുമില്ലായിരുന്നു. അപ്പൊ ഞാന് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെയാണ് ഈ റൈസ് ഫിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്ത് മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ കുറച്ചൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവര് തന്നെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു പേരിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളിപ്പം പറഞ്ഞതുപോലെ റൈസിന് പോകാത്ത ഒരുപാട് ആൾക്കാർ ട്രെയിനിങ് വന്നിട്ടുണ്ടായിരുന്നു.
ഒരുപാട് പേര് വരുന്നുണ്ട്. മനസ്സിലായി. എല്ലാരും വരുമ്പോഴത്തേക്ക് സംസാരിക്കാൻ ഒരു കാര്യം മനസ്സിലാണ്. കാരണം ഇവരെല്ലാരും കാണിക്കുന്ന മണ്ടത്തരങ്ങളാണ്. കാരണം പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കത്തില്ല, വാമപ്പ് ചെയ്യത്തില്ല, കൂൾ ഡൗൺ ചെയ്തില്ല, ഇങ്ങനെ കുറെ കാണിക്കും. ചുമ്മാ തോന്നും പോലെ റൈഡ് ചെയ്യും, അനാവശ്യ എഫേർട്ട് എടുക്കും, എന്നിട്ട് ഇഞ്ചുറി വന്നിട്ട് അങ്ങനെയൊക്കെയാണ് കുറെ ആൾക്കാർ വരുന്നത്. ഇപ്പം ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ട്രെയിനിങ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. ഒരു പോയിന്റ് ചോദിക്കാൻ നേരത്തെ മറന്നുപോയത്, നമ്മൾ ഈ ടയോട്ടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു പോയിന്റിൽ നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഒക്കെ ഇതല്ല എന്റെ പ്രൊഫഷൻ, അല്ലെങ്കിൽ ഇതല്ല എന്റെ പാഷൻ, അല്ലെങ്കിൽ ഇതല്ല എന്റെ ഹോബി ഇത് തന്നെയാണെന്ന് ഫ്രം ബർത്ത് നിങ്ങൾ മനസ്സിലാക്കി ഓക്കെ സൈക്ലിംഗ് തന്നെയാണ്. പക്ഷെ ഈ റെസിഗ്നേഷൻ ചെയ്ത് കഴിഞ്ഞ് ഇതിലോട്ട് എങ്ങനെ ഈ സൈക്ലിംഗ് ഇൻഡസ്ട്രിയിലോട്ടോ അല്ലെങ്കിൽ സൈക്ലിംഗ് ബിസിനസ്സിലോട്ടോ കയറിയതിനു ശേഷമാണല്ലോ നമ്മൾ ഈ കോച്ചിങ്ങിലോട്ട് കയറി. അപ്പം അതെങ്ങനെ ആ ഒരു പീരീഡ് എങ്ങനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തു? അല്ല, ഞാൻ ടൊയോട്ടയിൽ വർക്ക് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് ഈ റൈസിംഗ് കോച്ചിങ് ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇത് ടൊയോട്ടയിലെ ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടി കാരണം വെച്ച് കഴിഞ്ഞാൽ കൊറോണ ടൈമില് അവിടെ കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം സാലറി പ്രോബ്ലം, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായി. പിന്നെ ലീവ്, കുറെ പ്രശ്നങ്ങളായി. ആ സമയത്താണ് പിന്നെ ഞാൻ സൈക്ലിംഗ്, കാരണം എനിക്ക് ഭയങ്കര സൈക്ലിംഗ് ഭ്രാന്തായതുകൊണ്ട് ഞാൻ അന്നും സ്വന്തമായിട്ട് എന്റെ സൈക്കിൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ ദിവസം വൈകുന്നേരം നമ്മുടെ ഗോമാന്റെ കടയിൽ പോയിട്ട് വർക്കിനിരിക്കും. അതുപോലെ ഞാൻ ഇവിടുത്തെ പല പല ഷോപ്പ് ഉണ്ടായിരുന്നത്, ഞാൻ എല്ലാ ഷോപ്പിലും പോകും. എനിക്ക് ഫ്രീ ടൈമിൽ കിട്ടുമ്പോൾ ഞാൻ എല്ലാ ഷോപ്പിലും പോയി അവരെ കൂടെ മെക്കാനിക്കിനും കൂടെ നല്ല കമ്പനി, ഇവിടുത്തെ എല്ലാ മെക്കാനിക്കിനും എനിക്കറിയാം. ഞാൻ അവരെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും പഠിക്കും. എന്നിട്ട് ഞാൻ തന്നെ അവരെ ഹെൽപ്പ് ചെയ്തു കൊടുക്കും. ഞാൻ തന്നെ അവിടുത്തെ സൈക്കിൾ സർവീസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ അങ്ങനെ ഞാൻ ഒരുപാട് സൈക്കിൾ ഷോപ്പിൽ, അന്ന് ഇവിടെ നമുക്ക് ജസ്റ്റ് ബൈ സൈക്കിൾസ് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ അഭിലാഷ് എന്നൊരു പുള്ളിക്കാരുണ്ടായിരുന്നു. ഞാൻ പുള്ളി നല്ല കമ്പനിയാണ്. അപ്പൊ ആ പുള്ളി എന്റെ അടുത്ത് വൈകുന്നേരം വന്നിരിക്കാൻ പറയും. അങ്ങനെ ഞാൻ അവിടെ സൈക്കിളൊക്കെ ഞാൻ തന്നെ ചെയ്യും. അവിടെ ടെക്നീഷ്യൻ തന്നെ വിളിക്കും. അങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഈ പലരും ഇപ്പോഴും പഞ്ചർ ഒട്ടിക്കാൻ അറിഞ്ഞില്ലാത്ത ആൾക്കാരുണ്ട്, ഇന്നും കാറ്റ് നേരെ അടിക്കാൻ അറിഞ്ഞില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം പലപ്പോഴും നമ്മളെ ക്ലബ് മെമ്പേഴ്സിലും അത് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഈ സാധനങ്ങൾ നമ്മളെ കൈകൊണ്ട് അഴുക്കാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു മെക്കാനിക്കൽ ബ്യൂട്ടിഫുൾ മെഷീനെ നമുക്ക് ടൈം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എക്സൽ ചെയ്തത് പിന്നെയും ഇവിടെ ഉള്ള പ്രാക്ടിക്കൽ ആൾക്കാരുടെ നിന്ന് പഠിച്ച റിസർച്ച് ആയിരിക്കും അല്ലേ? അങ്ങനെ ഞാൻ ഇവിടെ തന്നെ എന്താ പറയാ, ഞാൻ തന്നെ സ്വയം, അതായത് നമ്മൾ എല്ലാത്തിനും ടൈം കണ്ടെത്തണം. ഭയങ്കര കാര്യമുള്ളൂ. കാരണം അത് എൻജോയ് ചെയ്യാൻ, എന്ത് ചെയ്താലും അത് എൻജോയ് ചെയ്താൽ മാത്രമേ നമുക്ക് അത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വെറുതെ എന്തിനോ വേണ്ടിയിട്ട് ചെയ്ത് കാര്യമില്ല. അപ്പൊ ഈ സ്ട്രക്ചേർഡ് ട്രെയിനിങ്ങില് നമുക്കൊരു മൂന്നായിട്ട് ഭാഗിക്കാം. ഒന്ന് നമ്മളുടെ ഉറക്കം, 2 നമ്മളുടെ ആഹാരം, 3 നമ്മുടെ ജോലി, 4 നമുക്ക് തരുന്ന ട്രെയിനിങ്. അപ്പൊ ഈ 4 സാധനങ്ങളിൽ ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട ഉറക്കം. റിക്കവറി. നമ്മൾ എന്ത് ചെയ്താലും ലാസ്റ്റ് വന്നിരിക്കുന്ന റിക്കവറി. അപ്പൊ ഏറ്റവും പ്രധാനം ഉറക്കം തന്നെയാണ്. റിക്കവറി ഭയങ്കര ഇമ്പോർട്ടന്റ്. എത്ര മണിക്കൂറാണ് ഉറങ്ങുന്നത്? ഞാനൊരു 5 to 6 hours. എനിക്ക് ഇപ്പോഴും 5.25 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അത് എത്ര മണിക്കൂറാണ് ഉറങ്ങുന്നത്? ഞാൻ 6 മണിക്കൂർ. ആവറേജ് ഇയർലി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7.5, 8 ഒക്കെ. അല്ല, ഉറക്കം ഒരു പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് റിസർച്ച് ഹെൽത്തിനെ കുറിച്ച് നടക്കുന്നതിൽ ഉറക്കം. നമ്മൾ ഇപ്പം എന്ത് ട്രെയിനിങ് ചെയ്തു, ഫുഡ് കഴിച്ചു, ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ എടുക്കണമെങ്കിൽ കുറച്ചുറങ്ങിയ സമയങ്ങളുണ്ടോ ട്രെയിനിങ്? അപ്പൊ പെർഫോമൻസ് കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് ആണെങ്കിൽ, ഞാൻ പറഞ്ഞു ടൊയോട്ട ഇറങ്ങിയ സമയത്ത് എനിക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. കാരണം 9 മണിക്ക് അവിടെ ജോലിക്ക് കയറണം. അപ്പോ എനിക്ക് 6 മണിക്കൂർ 7 മണിക്കൂർ ട്രെയിനിങ് സമയത്ത് രാവിലെ 2 മണിക്ക് കഴിച്ച് റൈഡിന് പോയിട്ടുണ്ട്. കാരണം എനിക്ക് ആ ടൈം കവർ ചെയ്ത് തിരിച്ച് കയറണം. പിന്നെ 2 മണിക്ക് ട്രെയിനിങ് പോയിട്ട് നേരെ ഓഫീസിൽ കയറിയിട്ട് വൈകുന്നേരം 6 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങണം. 6 മണിക്ക് ഇറങ്ങിയിട്ട് നേരെ 7 മണിയാകുമ്പോൾ അവിടെ ഞാൻ റൂമിൽ തന്നിക്കണം. ടൊയോട്ട റൂമിൽ തന്നിക്കണം. നേരെ 7 മണിക്ക് ഞാൻ കയറി നോക്കണം. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ റൂമിൽ ലിമിറ്റേഷൻ ഉണ്ട്. ഞങ്ങൾ ആ റൂമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും സംസാരിക്കാൻ പാടില്ല റൂമിൽ കയറി കഴിഞ്ഞാൽ. ഭയങ്കര റൂളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആര് വന്നാലും പതുക്കെ കഥ തുറക്കുക, ഡ്രസ് മാറുക, നേരെ വെളിയിൽ പോയി മാറണമെങ്കിൽ സൗണ്ട് ഉണ്ടാക്കാത്ത കാര്യങ്ങൾ ചെയ്യുക, വന്നു കിടന്ന് ഉറങ്ങുക, ആരെയും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഉറക്കം ആണ് ഏറ്റവും ഫസ്റ്റ്. സെക്കൻഡ് എന്താണ്? ഉറക്കം. ഫുഡ് എന്താണ് ഫുഡ്? ഫുഡ് ഞാൻ ഇന്നുവരെ തടി വെച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ ആദ്യം സൈക്ലിംഗ് തുടങ്ങിയ സമയം മുതൽ തുടങ്ങിയപ്പം 48 ആയിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ചുമ്മാ വെറുതെ ടൊയോട്ടയിൽ ഇങ്ങനെ രാവിലെ വൈകുന്നേരം പോകുന്ന സമയത്ത് എനിക്ക് 48 ഒക്കെ വെയിറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ വെയിറ്റ് എനിക്ക് ഇതിനെ കുറിച്ച് മനസ്സിലായ സമയത്ത് ഞാൻ പിന്നെ വെയിറ്റ് കൂട്ടി 52 ആക്കി. മനസ്സിലായി. 52, 53 ആയ സമയത്താണ്
ഒരു ആക്സിഡന്റ് വന്നിട്ട് ഞാൻ ഈ കുറച്ചു കാലം റെസ്റ്റ് എടുത്തു. ആ. റെസ്റ്റ് എടുത്ത് തിരിച്ച് റിക്കവറി വന്നപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി വെയിറ്റ് ഒരിക്കലും കൂട്ടാൻ പാടില്ല, സ്പൈനൽ ഇഞ്ചുറി ആയതുകൊണ്ട് വെയിറ്റ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് എനിക്ക് നല്ല ഓവർ വെയിറ്റ്, ഒരുപാട് വെയിറ്റ് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് സീനാവും, പ്രശ്നമാവും എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ സൈക്ലിംഗ് നിർത്താൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു സൈക്ലിംഗ് എന്തായാലും നിർത്താൻ പറ്റില്ല ലൈഫ് ടൈം. അങ്ങനെ പിന്നെ അങ്ങനെയാണ് പിന്നെ ആ വെയിറ്റ് മെയിൻ ചെയ്തത്. ഞാൻ 54, 56 അതിന് മേലോട്ട് വെയിറ്റ് ഒരിക്കലും കൊണ്ടുപോകത്തില്ല. ഈവന്റ് അനുസരിച്ചിട്ട് വെയിറ്റ് ബാലൻസ് ചെയ്യും. ഇപ്പം ടൈം ട്രയലൊക്കെ വരുന്നുണ്ടെങ്കിൽ 56 റേഞ്ചിൽ കൊണ്ടുപോയി. അപ്പൊ എന്ത് ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്? ഫുഡ് കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം അതായത് റൈഡിങ്ങിന് മുമ്പായിട്ട്, റൈഡിന് മുന്നായിട്ട് സാധാരണ കഴിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഓട്സ്, നട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഓട്സ് കഴിക്കും. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. റൈഡ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പിന്നെ വന്ന ഉടനെ തന്നെ ആദ്യമൊക്കെ ക്യാഷ് ഇല്ലാത്ത സമയത്ത് മുട്ടായി കഴിക്കും. പിന്നെ പെർഫോമൻസ് കൂടുതൽ വേണോ തോന്നിയ സമയത്ത് പിന്നെ നേരെ അത് വേ പ്രോട്ടീനിലോട്ട് മാറി. പക്ഷെ വേ പ്രോട്ടീൻ മാത്രമല്ല, അതിന്റെ കൂടെ മുട്ടായി കഴിക്കും, കാരണം ആ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കഴിക്കും. പിന്നെ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കഴിക്കുന്നത്. ആൻഡ് നമ്മള് റൈഡ് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഉടനെ കഴിക്കണോ അതോ എങ്ങനെയാണ്? നമുക്ക് റൈഡ് കഴിഞ്ഞ ഉടനെ എന്താണെങ്കിലും നമ്മുടെ അത്രയും വർക്കൗട്ട് മസിൽസ് മൊത്തം എന്തായാലും ഡാമേജ് ആവും. അപ്പൊ എത്രയും പെട്ടെന്ന് കഴിച്ചാൽ അത്രയും നല്ലത്. ഒരു 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഫുഡ് കഴിക്കുന്നത് നല്ലതായിരിക്കും. എങ്കിലേ റിക്കവറി കാര്യങ്ങൾ പ്രോപ്പർ ആകത്തുള്ളൂ. പിന്നെ വീണ്ടും ഡിലേ ആവും, പിന്നെ റിക്കവറി ടൈം ആവും, മസിൽ ഡാമേജ് കവർ ചെയ്യുന്ന രീതിയിൽ. രാത്രി എന്താ കഴിക്കുന്നത് നമ്മൾ അടുത്ത ദിവസം? ഞാൻ സാധാരണ എന്റെ റൈഡിന്റെ ഡ്യൂറേഷൻ, അതായത് നാളത്തെ റൈഡ് 3 മണിക്കൂർ അങ്ങനെയൊക്കെ അതനുസരിച്ചുള്ള ഫുഡായിരിക്കും പ്ലാൻ ചെയ്യണത്. നോർമലി കഴിക്കുന്നത് ഞാൻ രാത്രി എന്ന് വെച്ചൊരു ടൈം ഇല്ല എനിക്ക്. നമ്മളൊരു 8 മണി, ഒരു 7 മണി സമയത്ത് ഫുഡ് കഴിക്കും. 7 മണി ആ സമയത്ത് ഫുഡ് കഴിക്കും. അത് അത്യാവശ്യം പ്രോട്ടീനുള്ള ഫുഡ് കഴിക്കും. ഫിഷ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഫുഡ് കഴിക്കും. പിന്നെ പ്രോട്ടീൻ കൂടുതൽ ഫോക്കസ് ചെയ്യും. പിന്നെ മാക്സിമം എന്താ പറയാ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ള ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത്. ഭാര്യയാണോ അതൊക്കെ ഉണ്ടാക്കി തരണോ അതോ സ്വന്തമായിട്ടാണോ അത് ഉണ്ടാക്കുന്നത്? ഭാര്യയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഭാര്യ വരെ മാറ്റേണ്ടി വരും. ടൊയോട്ട ഇറങ്ങിയ സമയത്ത് എന്റെ ഫുൾ ഫുഡ് ഞാൻ, അതായത് രാവിലെ ഞാൻ ഈ റൈഡിന് നിങ്ങൾ തന്നെയാണ്? അതെ, ഞാൻ അവിടെ എനിക്ക് മാത്രം എല്ലാത്തിനും സത്യം പറഞ്ഞാൽ പെർമിഷൻ ഒന്നും ഇല്ല. അവരെ ഞാൻ കണ്ണടയ്ക്കും. ഞാൻ തന്നെ എന്റെ ഫുഡ് എല്ലാം പ്രിപ്പയർ വെച്ചിട്ടാണ് ഞാൻ റൈഡിന് പോകുന്നത്. റൈഡിന് പോയിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന ഫുഡും 11 മണിക്കുള്ള ഫുഡും 3 മണിക്കുള്ള ഫുഡ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് റൈഡിന് പോകുന്നത്. അതുപോലെ ഇപ്പം കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് സ്റ്റേറ്റ് മീറ്റിന് പോയ സമയത്ത് എനിക്ക് ഫാമിലി മൊത്തം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും എല്ലാരും ഉണ്ടായിരുന്നു. അന്നൊരു സൈക്ലിംഗ്, കാരണം കല്യാണത്തിന്റെ അന്ന് വരെ ഞാൻ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. എന്റെ കല്യാണം 11 മണിക്കാണെങ്കിൽ ഞാൻ രാവിലെ പോയി 50 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടാണ് കല്യാണത്തിന് പോയത്. പിന്നെ രഞ്ജു, ഈ ട്രെയിനിങ്ങിന്റെ ഒരു 1-2 ബേസിക് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ മതിയാവും. അതായത് നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ഒരു HR ബേസ്ഡ് ട്രെയിനിങ്, നമ്മുടെ ഹാർട്ട് റേറ്റിനെ ടൈം ചെയ്യുന്ന രീതിയിലുള്ള ട്രെയിനിങ്. അപ്പോൾ നോർമലി നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഈ HR ബേസ്ഡ് ട്രെയിനിങ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? HR ബേസ്ഡ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ശരിക്കും അതൊരു ആവശ്യമുള്ള കാര്യമാണോ എന്നുള്ളതാണ്. HR ബേസ്ഡ് ട്രെയിനിങ്, അതായത് നമ്മളിപ്പം ഒരു ബേസിക് ആയിട്ടുള്ള ആളുടെ ഒരു ഫിറ്റ്നസ് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണം. അതിനൊരു സാധാരണക്കാർക്ക്, അതായത് ഏറ്റവും സാധാരണക്കാർക്ക് എങ്ങനെയാണ് നമുക്ക് ആർക്കാണോ ചെയ്യാൻ പറ്റുന്ന രീതിയില്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഹാർട്ട് ബേസ്ഡ് ട്രെയിനിങ്. അത് പ്രത്യേകിച്ച് ഒരു ഡിവൈസിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് തന്നെ പൾസ് ചെക്ക് ചെയ്തിട്ട്, പണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡിവൈസ് ഉള്ള സമയത്ത് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ പൾസ് ചെക്ക് ചെയ്തു, അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇത്ര പൾസായി, അപ്പൊ ഇത്ര ഹാർട്ട് റേറ്റിലാണ് റൈഡ് ചെയ്യുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയാണ് റൈഡ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാലത്ത്. അതിനുശേഷമാണ് പിന്നെ ഈ സെൻസേഴ്സ് ഒക്കെ വന്നത്. ഹാർട്ട് റേറ്റ് സെൻസർ നമുക്ക് ലൈവായിട്ട് നമ്മുടെ സ്പീഡോമെട്രി കാണാം, നമ്മുടെ ഹാർട്ട് റേറ്റ് ഇപ്പൊ എത്ര ഹാർട്ട് റേറ്റ് ആണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഓരോ എന്താ പറയാ നമ്മളെ പെർഫോമൻസ് മൊത്തം, അതായത് ഓരോ സോണിൽ റൈഡ് ചെയ്യുമ്പോഴും നമുക്ക് ഹാർട്ട് റേറ്റ് ഇത്ര ഹാർട്ട് റേറ്റ് ആണ്, ഇത്ര ഹാർട്ട് റേറ്റ് ആണ് അറിയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിങ്ങിൽ കുറെ സോണുകളുണ്ട്. സോൺ 1, സോൺ 2, എയറോബിക്, എൻഡ്യൂറൻസ്, ടെമ്പോ, ത്രെഷോൾഡ്, അങ്ങനെ കുറെ സോണുകളുണ്ട്. ഇപ്പം നമ്മളൊരു സ്ട്രക്ചേർഡ് ട്രെയിൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലും എന്താ പറയാ പെർഫോമൻസ് കൂടണമെങ്കിൽ നമ്മൾ ഈ സോൺ വെച്ച് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇപ്പൊ സോൺ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് എയറോബിക് ട്രെയിനിങ്, അങ്ങനെ കുറെ ട്രെയിനിങ്. എയറോബിക് ട്രെയിനിങ് ചെയ്യുമ്പം അതായത് നമ്മുടെ യൂഷ്വലി മനുഷ്യന് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഹാർട്ടിന്റെ കപ്പാസിറ്റി, ഹാർട്ടിന്റെ സ്ട്രെങ്ത് വ്യത്യാസം വരും. അതുപോലെ നമ്മുടെ ലങ്സിന്റെ സ്ട്രെങ്ത് വ്യത്യാസം വരും. അതാണ് മെയിൻ കാര്യം. ഇപ്പം അങ്ങനെയാണ് പെർഫോമൻസ് പറഞ്ഞത്. അതായത് ഇപ്പം ട്രെയിൻ ചെയ്യുന്ന പ്രോപ്പർ ട്രെയിനിങ്ങിലാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നടക്കും. അല്ലാതെ തോന്നും പോലെ റെഡി ചെയ്തിട്ട് കാര്യമില്ല. തോന്നും പോലെ റെഡി ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഹാർട്ടിന് എന്താ പറയാ
ഓവർലോഡ് വരും, അതുപോലെ ലെങ്സിന് ഓവർലോഡ് വരും. അപ്പൊ ഒരു പ്രശ്നമുള്ള ആള് ചിലപ്പോ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അതാണ്. ട്രെയിനിങ്ങിന് വന്നിട്ട് അത് രഞ്ജു എങ്ങനെ അറിയുന്നത്? അതിലൊരു മെയിൻ കാര്യം ആദ്യം തന്നെ ഒരു ആള് ട്രെയിനിങ് പറഞ്ഞതിന് മുന്നേ തന്നെ ആദ്യം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. അതാണ് ഒരു മെയിൻ കാര്യം. അല്ലാതെ വെറുതെ അങ്ങ് പോയി ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ആദ്യം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് മാത്രമേ ഇത് ചെയ്യാവൂ. ഒരു ഹെൽത്ത് റെക്കോർഡ് എടുത്തതിന് ശേഷമാണ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ചെക്ക് ചെയ്യും. ഇതിപ്പോ ഏത് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യണം, ഇപ്പൊ ചുമ്മാ ഇരിക്കുന്ന ആൾ ഓടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ സൈക്ലിംഗ് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ആദ്യം ഒരു ഡോക്ടറെ കണ്ടി ചെയ്യാമെന്ന് ചോദിക്കാം. കാരണം പറയാൻ പറ്റത്തില്ല അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ജിമ്മില് ഒരു ബേസിക് റിക്വയർമെന്റ് ആദ്യം ഹെൽത്ത് റെക്കോർഡ്സ് ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട്. കാരണം ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പം കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇതുപോലെ രാവിലെ വീണ് മരിച്ചിട്ടുണ്ട്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നായിരുന്നു. പക്ഷെ അത് മസ്റ്റായി ചെക്ക് ചെയ്യണം. കാരണം നമുക്ക് എന്തെങ്കിലും പ്രശ്നം പീരിയോഡിക്കൽ ചെക്കും വേണം, വർഷത്തിൽ ഒരിക്കലും ചെക്ക് ചെയ്യണം. ഞാൻ ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്യും, കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ നമുക്ക് റൈഡ് ചെയ്യുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു പെയിൻ വന്നു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ സ്റ്റോപ്പ് ചെയ്ത് തന്നു. ചില ആൾക്കാർ അനാവശ്യമായിട്ട് എഫേർട്ട് എടുത്തിട്ട് നെഞ്ച് വേദന അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോഴും തന്നെ സ്റ്റോപ്പ് ചെയ്യണം. കാരണം പിന്നെ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പോ ഞാനാണെങ്കിലും കുറച്ച് കാലം റൈഡ് ചെയ്യാതെ പെട്ടെന്ന് റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു എഫേർട്ട് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും പണി ചെറിയൊരു നെഞ്ച് വേദന വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാവും ഓവറായിട്ട് അനാവശ്യമായിട്ട് എഫേർട്ട് കൊടുക്കണേ. കാരണം നമ്മുടെ സ്ട്രെങ്ത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കും. നമ്മൾ ഇന്നങ്ങ് പോകുമ്പോൾ ഇതെല്ലാം പോകും. ഇപ്പൊ മസിൽസിന്റെ സ്ട്രെങ്ത് ആയിരുന്നാലും എല്ലാം പോകും. പിന്നെ അതെല്ലാം പതുക്കെ പ്രോപ്പർ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രെയിനിങ് ചെയ്ത് വന്നത്, അതായത് ബേസ് 1 ബേസ് 2 അങ്ങനെ ബേസ് ട്രെയിനിങ് ചെയ്ത് വന്നതിന് ശേഷം മാത്രമേ ഇത് അടുത്ത ലെവലിലോട്ട് പോകത്തുള്ളൂ. അതാണ് മെയിൻ കാര്യം. ട്രെയിനിങ് പല സ്റ്റേജ് ആയിട്ടാണ്. ബേസ് 1 ബേസ് 2 ബിൽഡ് ബേസ്, അങ്ങനെ കുറെ ഫേസ് ഉണ്ട്. ഈ ഓരോ ഫേസും സ്റ്റേജ് കടന്ന് അതൊരു കോച്ചിന് അറിയാൻ പറ്റും ഇപ്പൊ അവർ ഏത് ഫേസിലെത്തി, അത് ചെയ്യുമ്പോൾ അടുത്ത ഫേസിലോട്ട് മാറി. അങ്ങനെ ട്രെയിൻ ചെയ്ത് വന്നിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഒരു മെയിൻ കാര്യം. അല്ലാതെ ആദ്യമേ കയറി ചവിട്ടത്തില്ല. പിന്നെ ഈ ഞാൻ നേരത്തെ ചോദിച്ചത് ഈ HR ബേസ്ഡ് ട്രെയിനിങ് ഇപ്പൊ നോർമലി സൈക്കിൾ ചവിട്ടുന്നവരും അത് ചെയ്യുന്നത് കൊണ്ട് അവർക്കൊരു ഈ HR ബേസ്ഡ് ട്രെയിനിങ്ങിൽ ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഹാർട്ട് റേറ്റ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഹാർട്ടിന് ഒരു സ്ട്രെയിൻ ഇല്ലാതെ സൈക്ലിംഗ് പോസിബിൾ ആണ്. അതായത് ഞാൻ പറയില്ല, ഇപ്പം നമ്മുടെ ഹാർട്ടിന്റെയും മസിൽസിന്റെയും സ്ട്രെങ്ത് കൂടുന്തോറും നമ്മുടെ ഹാർട്ട് റേറ്റ് താനെ കുറയും. കാരണം നമ്മുടെ ബോഡിക്ക് അത്രയും പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ബ്ലഡ് പമ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ആ പോയിന്റിലാണ് അതിലാണ് എനിക്ക് ആൻസർ വേണ്ടിയിരുന്നത്. അതായത് നമ്മൾ ഒരു പ്രോപ്പർ ട്രെയിനിങ് അല്ലെങ്കിൽ നമ്മൾ ഡെയിലി റൈഡ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ റൈഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്താ പറയാ ലെഗ്സിന്റെയും ഹാർട്ടിന്റെയും എല്ലാം സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ഓൾസോ നമ്മുടെ മസിൽസിന്റെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ അവയവങ്ങളും എത്തി. കാരണം അത്രയും എഫേർട്ട് മതി, ഹാർട്ടിന് അത്ര എഫേർട്ട് മതി. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള എന്താ പറയാ പൾസ് മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഇത് കൂട്ടണമെങ്കിലാണ് ഞാൻ പറയുന്നത്, നമുക്ക് എന്താ പറയാ നമ്മളെ ഹാർട്ട് റേറ്റ് വീണ്ടും സ്ട്രെങ്ത് കൂടുന്തോറും നമ്മുടെ ഹാർട്ട് റേറ്റ് സ്റ്റഡി ആയിക്കൊണ്ടിരിക്കും. എന്താ പറയാ അതാണ് ബേസ്. അതായത് ഞാൻ ഇതിൽ മെയിൻ കാര്യം ബേസ്, നമ്മുടെ ബേസ് സെറ്റ് ആവും തോറും, അതാ നമ്മള് മര്യാദയ്ക്ക് ഒരു പ്രോപ്പർ ട്രെയിനിങ് അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാർക്ക് ബേസ് എത്രത്തോളം ബേസ് സെറ്റ് ആവും അനുസരിച്ചിട്ട് ഹാർട്ട് റേറ്റ് എപ്പോഴും കൺട്രോൾഡായിരിക്കും. അതാണ് മെയിൻ കാര്യം. പിന്നെ ഇപ്പം നിലവില് കുടുംബം വിവാഹം കഴിഞ്ഞെന്നറിയാം. ഇപ്പം കുട്ടികള് ഒരാളുണ്ട്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പെൺകുട്ടിയാണ്. ഓക്കെ. എത്ര വയസ്സായി ഇപ്പം? 2.5 വയസ്സായി. ഓക്കെ. അപ്പൊ വീട്ടില് ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാം ഒരു സൈക്ലിംഗ് റിലേറ്റഡ് ആയിരിക്കും എല്ലാവരും അല്ലേ? അച്ഛനമ്മ ഞാൻ വളരെ നേരത്തെ ട്രെയിനിങ്ങിനൊക്കെ റേസിനൊക്കെ വരുന്ന സമയത്ത് അവർ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പം ഫാമിലി ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഫാമിലി ഇപ്പം വൈഫിന്റെ വീട്ടുകാരായിരുന്നാലും എന്റെ വീട്ടുകാരായിരുന്നാലും അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അവർക്ക് അങ്ങനെ ഞാൻ സൈക്ലിംഗ് ചെയ്യുമ്പോൾ അവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ റേസ് ഫിറ്റ് എന്നുള്ള ഒരു ടീം കൂടിയാണല്ലോ, ഒരു കോച്ചിങ് സംവിധാനമാണ്, അതുപോലെ തന്നെ ഒരു സൈക്ലിംഗ് ടീമാണ്. നിങ്ങളുടെ ഒരു മേജർ അച്ചീവ്മെന്റ്സ് ഏതൊക്കെയായിരുന്നു ആസ് എ ടീം റേസ് ഫിറ്റ് ഫോം ചെയ്തതിനു ശേഷം? അത് ഞാൻ ഈ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്ച്വലി ഇതിപ്പം ടീം ഇപ്പൊ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കോട്ടയത്താണ് കുറച്ച് കാലം. അപ്പം തിരിച്ച് ട്രിവാൻഡ്രം വന്നതിന് ശേഷമാണ് ആ ഒരു കമ്മ്യൂണിറ്റി തിരിച്ചു വന്നത്. ഞാൻ പണ്ട് ഇവിടെ ട്രെയിൻ ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ നിന്ന് കൊള്ളേ നമ്മുടെ ഒരു ഫ്രണ്ട് മരിച്ചു സൈക്ലിംഗ് പോയതിനു ശേഷം പിന്നെ ഇവിടെ വലിയൊരു കമ്മ്യൂണിറ്റി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം പിന്നെ എന്റെ ലെവലിൽ ചേർന്ന ആരുമില്ല. അപ്പൊ അന്ന് ഞാൻ റൈഡ് ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ട്രെയിൻ ചെയ്യുന്നത്, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ എന്നും കാണുന്ന ഒരാളുണ്ട് റോഡിൽ റൈഡ് ചെയ്യുമ്പോൾ, രാകേഷ് എന്ന് എന്നെ പാസ് ചെയ്തു കൈ കാണിക്കും, അത്രേ ഉള്ളൂ. പുള്ളിയായിട്ടും വലിയ കണക്ഷൻ ഒന്നുമില്ല. പിന്നെ ഞായറാഴ്ച റൈഡ് പൊന്മുടി പോകുമ്പോഴത്തേക്ക് എല്ലാ ഞായറാഴ്ച പൊന്മുടി പോകും. അപ്പൊ പുള്ളിയെ കാണും. അപ്പൊ ഞാനും പുള്ളിയും കൂടെ പിന്നെ എല്ലാ ഞായറാഴ്ച പൊന്മുടി പോകും. അങ്ങനെ ഒരു കണക്ഷൻ ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ റൈഡ് ചെയ്യാൻ, വേറെ ആരും ആ ഒരു സ്പീഡിൽ ചെന്ന ആൾക്കാരാണ്. പിന്നെ അത് കഴിഞ്ഞ് ടൊയോട്ടയിൽ ജോലി ചെയ്ത് ഞാൻ നേരെ കോട്ടയം പോയപ്പോഴാണ് ഇവിടുത്തെ ആൾക്കാർ കുറച്ച് പേര് ഇങ്ങനെ എന്നെ കമ്മിറ്റ്മെന്റ് ചെയ്ത് ഞാൻ ഇടയ്ക്ക് വന്ന് ചവിട്ടുമ്പോൾ എല്ലാവരും ചോദിക്കും അവർക്ക് ട്രെയിനിങ് വേണം. അങ്ങനെ പറഞ്ഞ് പിന്നെ ഇവിടുത്തെ കുറച്ച്
ഞാൻ കമ്മ്യൂണിറ്റി സെറ്റായി. അപ്പോഴേ ഞാൻ പ്ലാൻ ചെയ്തു ഞാൻ തിരിച്ച് കോട്ടയം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി സെറ്റ് ചെയ്ത് തിരിച്ച് വരത്തുള്ളൂ. ഞാൻ നല്ല പ്ലാൻ ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് എല്ലാവരും നല്ല ഫോമിലായി. കാരണം എന്റെ ഒരു ലെവലിൽ ഓൾമോസ്റ്റ് എല്ലാവരും എത്തി. ആ സമയം ഞാൻ തിരിച്ച് കോട്ടയം നിന്ന് തിരിച്ച് അങ്ങനെ പിന്നെ പുതിയ കമ്മ്യൂണിറ്റി കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം എല്ലാരും നല്ല പെർഫോമൻസ് ആണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഇവന്റ് പോയി ടൂർ ഓഫ് തേക്കടി കോട്ടയത്ത്. നല്ല പെർഫോമൻസ് 2024 അതില് എനിക്ക് തോന്നുന്നു നമ്മളെ ടീമിന് ഞങ്ങളെ പോയ ടീമിന് സെക്കൻഡും ഞങ്ങളെ രണ്ടാമത്തെ ടീമിന് തേർഡും എല്ലാവരും നല്ല ഇമ്പ്രൂവ് ആയി. കാരണം അതത്രയും ലോങ് അല്ല അതൊരു ടെസ്റ്റിംഗ് റൈഡ് ആണ്, റേസ് ആണ്. ശേഷം ക്ലബിലുള്ള പല ആൾക്കാരും BBC പോയി. എല്ലാവർക്കും നല്ല അച്ചീവ്മെന്റ് നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഈ ഭാവി പരിപാടി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് സൈക്ലിംഗ് പ്ലാനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അല്ല നമ്മൾ ഈ എപ്പോഴും ഞാൻ വിചാരിക്കും നമ്മൾ ട്രിവാൻഡ്രം ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരളയാണ്. പിന്നെ നമ്മൾ ഈ 2024 ആയാൽ പോലും നമുക്ക് പലതും ഇവിടെ സൈക്കിൾ ആസ് എ തിങ് സോഴ്സ് ചെയ്യാനും നോളജ് ഒക്കെ നിങ്ങൾ സോഴ്സ് ചെയ്തു. പക്ഷെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് സോഴ്സ് ചെയ്യാനോ അല്ലെങ്കിൽ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നല്ല സൈക്കിൾ ഷോപ്പോ അല്ലെങ്കിൽ നല്ലൊരു സൈക്കിൾ കടയോ ഒക്കെ നമുക്ക് പലപ്പോഴും ഒരു ബാക്കി ഏത് കൺട്രി പോയാലും നമുക്ക് എന്തും വിൻഡോ ഷോപ്പിംഗ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടം എന്ന് ഇവിടെ ഇന്ത്യയിൽ വരുമോ, അതോ അത് ഒരിക്കലും ഉണ്ടാവില്ല, എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ? അത് എന്തുകൊണ്ട് സൈക്കിളിൽ മാത്രം ഈ ഒരു പ്രശ്നം? ഇപ്പൊ റണ്ണിങ് എടുത്തു കഴിഞ്ഞാൽ എന്തും നമുക്ക് വിൻഡോ ഷോപ്പ് ചെയ്യാം. ഇതിനെല്ലാത്തിനും കാരണം വെച്ച് കഴിഞ്ഞാൽ കൊറോണ വന്നതിന് ശേഷമാണ് ഇതെല്ലാം. കൊറോണയ്ക്ക് മുമ്പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ സൈക്ലിസ്റ്റിനൊക്കെ എല്ലാവരും സ്പോൺസർഷിപ്പ് കൊടുക്കുന്നു, ഓരോ ബ്രാൻഡുകാരെ കൊടുക്കുമല്ലോ. പക്ഷെ കൊറോണയ്ക്ക് ശേഷം കുറെ ബ്രാൻഡ്സ് പോയി, പിന്നെ സ്പോൺസർഷിപ്പ് കിട്ടാതായി. പിന്നെ എന്ത് പറയാൻ, ഈ ഈവന്റ്സ് ഒന്നും ഇല്ല, എല്ലാം പോയി. പിന്നെ ആർക്കും ഒരു ഇതുകൊണ്ട് ലാഭമില്ല. അതായത് സൈക്ലിങ്ങിൽ ആർക്കെങ്കിലും സ്പോൺസർഷിപ്പ് കൊടുത്താലും ഒന്നും ആർക്കും ഷോപ്പുകാർക്കായിരുന്നാലും അവർക്കാർക്കും ഒരു ജസ്റ്റ് ഒരു ജേഴ്സിയിൽ ഒരു പോസ്റ്റ് മാത്രമേ കാണത്തുള്ളൂ. അവർക്ക് ആർക്കും ഒരു ലാഭമില്ലാതെ. പിന്നെ എന്ത് പറയാന്, അല്ല നമുക്ക് ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ റണ്ണിങ് എക്യുപ്മെന്റ്സ് വന്നു തുടങ്ങി, ഇഷ്ടംപോലെ ജിം എക്യുപ്മെന്റ്സ് വന്നു തുടങ്ങി, ഇഷ്ടംപോലെ അല്ലാത്ത അക്സസറീസ് പല കാറിന്റെയും ബൈക്കിന്റെയും വന്നു തുടങ്ങി. അതിന് മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സൈക്കിളിന് ഇവിടെ ഗവൺമെന്റിന്റെ ടാക്സ് ഭയങ്കര കൂടുതലാണ്. അല്ല പക്ഷെ ഞാൻ ആലോചിക്കുന്നു, ഇവിടെ അപ്പോളോ ടയേഴ്സ് ഉണ്ട്, MRF ടയേഴ്സ് ഉണ്ട്, പലതരം ടയർ കമ്പനീസ്. ടയർസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. സൈക്കിളിന്റെ കാരണം സൈക്കിൾ ടയർ മേടിക്കുന്ന മിനിമം 3000-4000 രൂപ ആവും. അതെല്ലാം കഴിഞ്ഞു പോയി, റേറ്റ് വളരെ കൂടുതലാണ്. മിനിമം നല്ലൊരു ടയർ മേടിക്കുന്ന പോയി റൈസിന് ടയർ മേടിക്കണമെങ്കിൽ 6000-7000 രൂപ റേറ്റ് വരും. കാരണം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നില്ല. അതാണ് സൈക്കിളിന്റെ സാധനങ്ങളൊന്നും ഇന്ത്യയിലില്ല, എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. നിങ്ങളുടെ ഡേറ്റ് നോക്കിയപ്പം 1,00,000 കിലോമീറ്റർ ആണ് നിങ്ങൾ ഓട്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മള് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കിയപ്പം നിങ്ങൾ ഒരു ദിവസം ഏകദേശം 40 കിലോമീറ്റർ ആണ് ഓട്ടിക്കുന്നത്. വെറും 40 കിലോമീറ്റർ. ഇവിടെ പലരും 100 അല്ലെങ്കിൽ 1000 BR-ഉം 1,00,000 അല്ല, ഒരു 25,000 എത്താൻ തന്നെ ഇവിടെ പാടുപെടുമ്പോൾ നിങ്ങൾ വളരെ കാഷ്വലായിട്ട് 40 കിലോമീറ്റർ ഓട്ടിച്ച് 2,700 റൈഡ് കൊണ്ടാണ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത്. ദിസ് ഇസ് ആൻ അമേസിംഗ് തിങ്. ബിക്കോസ് നമുക്ക് വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ ക്ലബിലുള്ള രാകേഷാണ് 75,000 ആയത്. അപ്പം നമ്മുടെ രാകേഷ് ഇനി എന്ന് ഉണ്ടാക്കാവും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് നിർത്തിയത്. അപ്പോഴത്തേക്കാണ് 1,00,000 രഞ്ജുവിനെ നമ്മള് ആക്സിഡന്റലി ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് 1 lakh ആവുന്ന സംബന്ധിച്ച് ഞാൻ വേറെ സംസാരിച്ചായിരുന്നു. അപ്പൊ അന്ന് അത് നമ്മളിത് റെക്കോർഡിക്കൽ ആക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കും രാകേഷിന്റെ കഴിഞ്ഞു. ബിക്കോസ് പലരും ഈ ഒരു ജേർണി ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഇതായിരിക്കും. അപ്പൊ നമ്മൾ റെക്കോർഡിങ്ങിലാക്കുന്ന നമുക്കൊരു റെഫറൻസ് സംഭവമായിരിക്കും ഈ സൈക്ലിംഗ് കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഈ സൈക്ലിംഗ് കമ്മ്യൂണിറ്റി ആസ് എ വേൾഡിലെ ഒരു റെഫറൻസ് ആണ്. ഒരുപാട് മലയാളീസ് ഉണ്ട്, സൈക്ലിംഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളുടെ കമ്മ്യൂണിറ്റി തന്നെ വളരെ റീസെന്റ്. അല്ല, ഇത് ഇപ്പം രാകേഷ് ആയാലും രഞ്ജു ആയാലും ഇവരുടെ രണ്ടുപേരുടെയും റൈഡ്സും കിലോമീറ്റേഴ്സും ശ്രദ്ധിച്ചറിയാം. അവർ ഭയങ്കര കൺസിസ്റ്റന്റ് ആണ് രണ്ടുപേരും. കൺസിസ്റ്റന്റ് ആവണമെന്നുണ്ടെങ്കിൽ അത്രയും കമ്മിറ്റഡ് ആയാലേ പറ്റുള്ളൂ. സോ നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ലൈക്ക് രാവിലെ ഇത്ര മണിക്ക് എണീക്കുന്നത്, നമുക്കൊരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പം വീട്ടിൽ തന്നെ കല്യാണത്തിന് ശേഷം കുറച്ച് വീട്ടുകാർക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല, ഇവിടെ പോകാൻ കുറച്ച് പരാതിയൊക്കെ കുറെയൊക്കെ കൺട്രോൾ ചെയ്ത് പറഞ്ഞ സമാധാനം, നമ്മുടെ പ്രസൻസ് കിട്ടാതെ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും. പിന്നെ എത്ര സപ്പോർട്ട് ഒന്നും തന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. പിന്നെ അതിനിപ്പോ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ല, ഇദ്ദേഹം കണ്ടുപിടിച്ചു. ഞാൻ ചില കോച്ചിങ് ഇദ്ദേഹം പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക്
മോർണിംഗ് കോച്ചിങ്, ഈവനിങ് ഫാമിലി ട്രിപ്പ്. അതുകൊണ്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും മത്സരമുള്ളപ്പോ അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ മെയിൻ കാര്യം ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാരെയും ഉണ്ട്. എക്സാക്ട്ലി. അപ്പൊ അവര് തമ്മിലൊരു കമ്മ്യൂണിറ്റി ആയിരിക്കും. ഇപ്പം ട്രെയിനിങ് ചെയ്യണ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരെയും വൈഫുമാര് തമ്മിൽ എല്ലാവരും കമ്മ്യൂണിറ്റി വെച്ചിട്ട് അവരിപ്പം നല്ല കമ്പനി ആയി ഫ്രണ്ട്സ്. അപ്പം അവർക്കൊരു ബുദ്ധിമുട്ട് വരത്തില്ല. അങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കണം, വേറെ കുഴപ്പമൊന്നുമില്ലാതായിരിക്കും. ഇത് ഈ ട്രെയിനിങ് ഒരു ജനറൽ പാറ്റേണിലുള്ള ഒരു ട്രെയിനിങ്, അതായത് സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡിസൈൻ ഉണ്ടോ? അതായത് ഇപ്പൊ ഞാൻ ഒരു റേസിന് പങ്കെടുക്കുന്നതല്ല, വീക്ക്ലി റൈഡ് ചെയ്യുന്നവരുണ്ട്, എല്ലാ ദിവസവും ചെറിയ കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർക്ക് വലിയ ഇഞ്ചുറി വരാതെ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാതെ അവർക്ക് കുറച്ചുകൂടി പ്ലാൻഡ് ആയിട്ട് റൈഡ് ചെയ്യാൻ അങ്ങനെ ട്രെയിനിങ് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, അതൊരു വിഷയമുള്ള കേസല്ല. ട്രെയിനിങ് നമുക്ക് ആർക്കും സെറ്റ് ചെയ്യാം. ഇപ്പം ഇഞ്ചുറി വരാതിരിക്കണേ ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രോപ്പർ ട്രെയിനിങ്. അതായത് ഒരു വീക്കിലി ഒരു 2 ദിവസം റെസ്റ്റ് എടുക്കും. എല്ലാ ദിവസവും വന്ന് റൈഡ് ചെയ്യാൻ പാടില്ല, ഒരു 2 ദിവസം. ഈ റെസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, റെസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ്. റെസ്റ്റ് അതുപോലെ ഉറക്കം, ഇത് 2 ഇമ്പോർട്ടന്റ്. ഒരു വീക്കിലി ഒരു 2 ദിവസം റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ദിവസം റെസ്റ്റ് എടുക്കും. റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ഈ ഇഞ്ചുറി ആയ മസിൽസ് ഒക്കെ തിരിച്ച് റിപ്പയർ ആയി വരും. നമ്മളത് കൊടുക്കണം. ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ ദിവസവും റൈഡ് ചെയ്യും, കണ്ടിന്യൂസ് റൈഡിന് പോയി കഴിഞ്ഞാൽ പിന്നെ തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ റൈഡായിരിക്കും. ഞായറാഴ്ചക്ക് ലോങ് പോകും, തോന്നിയ പോലെ ചവിട്ടും. അത് അങ്ങ് ഒഴിവാകും. നമ്മൾ ഒരു പ്രോപ്പർ ട്രെയിനിങ് പ്ലാനിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഷെഡ്യൂളിൽ ട്രെയിനിങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഒഴിവായിട്ട് കറക്റ്റ് റിക്കവറി കിട്ടും. പക്ഷെ ഈ എവരി റൈഡ് ചെയ്യുന്ന അതേ കിലോമീറ്റർ അവിടെ കിട്ടുകയും ചെയ്യും. മനസ്സിലായില്ലേ? അതേ ഉള്ളൂ. പിന്നെ ഈ ട്രെയിനിങ് പ്ലാൻ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാ ആഴ്ചയിലും ഒരേ ലോഡ് അല്ലേ ഇരിക്കും. വീക്കിലി ലോഡ് കുറഞ്ഞു വരും. 2 ആഴ്ച ട്രെയിൻ ചെയ്താൽ 3 ആഴ്ച റിക്കവറി വീക്ക് വരും. അപ്പൊ ഓൾറെഡി അങ്ങനെ പോകും. പ്ലസ് ഇതിന്റെ ഇടയിൽ വീക്കിലി 2 റെസ്റ്റ് കാണുകയും ചെയ്യും. അപ്പം ഇഞ്ചുറി വരത്തില്ല. ഇത് റൈഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് എല്ലാ ആഴ്ചയും ഒരേപോലെ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പ്രൂവ് ആകത്തുമില്ല. നമ്മുടെ നിൽക്കുന്ന വയസ്സ് തന്നെ നിൽക്കുകയും ചെയ്യും. നമ്മുടെ മസിൽ ലോസ്, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരും. പക്ഷെ ട്രെയിനിങ് പ്ലാനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊന്നും വരത്തില്ല. ഇപ്പൊ രഞ്ജി യൂസ് ചെയ്യുന്ന ബൈക്ക് ഏതാണ് ഇപ്പൊ നിലവില്? ഞാന് ബൈക്ക് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, ഈ സൈക്ലിങ് തുടങ്ങി ഫണ്ടില്ലാത്ത സമയത്ത് പല ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ടാണ് സൈക്കിൾ മേടിച്ചത്. ആദ്യം റോഡ് ബൈക്ക് മേടിച്ചത് ഞാൻ ഒരു ഡൽഹിയിൽ നിന്ന് ഒരു പുള്ളിക്കാരൻ സെക്കൻഡ് ഹാൻഡ് മേടിച്ചു. അതിനുശേഷം അത് പറ്റൂല എന്നായപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പറയും, നമ്മളെ ട്രിവാൻഡ്രത്തുള്ള ആകേശം തന്നെ കുറച്ച് പൈസ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നല്ല റോഡ് ബൈക്ക് മേടിച്ചത്. ആ റോഡ് ബൈക്ക് മേടിച്ചിട്ട് ആദ്യത്തെ ഈവന്റിന്റെ സ്റ്റേറ്റിൽ ഞാൻ വളരെ അടിച്ചായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പ്രവീണിനെ എനിക്കൊരു ഡ്യൂറൈസിന്റെ എന്തൊരു പെഡൽ പുള്ളി ഉപയോഗിക്കാൻ വാങ്ങിയതാണ്. അതുപോലെ കൊടുത്തു. അങ്ങനെ അന്നും TVC-കാർ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ആ സൈക്കിൾ മേടിച്ചത്. എന്നിട്ട് ഞാൻ ആ സൈക്കിള് പിന്നെ ആ സൈക്കിൾ കൊടുത്ത പൈസ എടുത്താണ് വീണ്ടും അടുത്ത സൈക്കിൾ മേടിച്ചത്. അതിങ്ങനെ ഫോളോ ചെയ്തോണ്ട് അറിയണം. നിലവിൽ എവിടെ എത്തി? ഇപ്പൊ ഞാനൊരു ഈ മാസം, അതായത് ഞാൻ 1,00,000 കിലോമീറ്ററിന് അന്ന് ഞാനൊരു പുതിയ സൈക്കിൾ എടുത്തായിരുന്നു. എല്ലാം പ്ലാൻഡ് ആയിരുന്നു. എല്ലാം പ്ലാൻഡ് ആണ്. കാരണം 1,00,000 കിലോമീറ്റർ ആണ് പുതിയ സൈക്കിൾ. അന്ന് ഞാൻ റൈഡ് ചെയ്തതിന്റെ പുതിയ സൈക്കിൾ. അപ്പൊ 1,00,000 കിലോമീറ്റർ ഞാൻ ഒരു ഇൻസ്പേസിന്റെ ഒരു അജയ് എന്നൊരു പുതിയ സൈക്കിൾ എടുത്തായിരുന്നു. അതിന്റെ സ്പെക് എന്താണ്? ഗ്രൂപ്പ് സെറ്റ് അൾട്ടീര D8 ഫുൾ കാർബൺ ബൈക്കാണ്. വീല് എല്ലാം. അത് പിന്നെ ഞാൻ സ്വന്തം ഒരു ഷോപ്പ് ഉള്ളതുകൊണ്ട് ഡീലർ പ്രൈസ്. ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്? അല്ലല്ല, ഞാൻ മുമ്പ് D8 യൂസ് ചെയ്യുന്നുള്ളത്. ഞാൻ ഇതിനിടയിൽ വെച്ചിട്ട് ഉപയോഗിച്ച ബൈക്കിലൊക്കെ D8 ആയിരുന്നു. പിന്നെ ഇപ്പം ടോൾ സ്പീഡ് D8 ആക്കി. നേരത്തെ 11 സ്പീഡ് ആയിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയോട്, TBC-യോട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്താണ് TBC-യും തമ്മിലുള്ള ഒരു ഒരുപാട് BR ആൾക്കാരുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ആൾക്കാരെടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ട്രെയിനിങ് ഒക്കെ സെറ്റ് ചെയ്യണം. കാരണം ഒരുപാട് അനാവശ്യ റൈഡൊക്കെ ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും BR വന്നോ അവരാവി പോയി. അല്ല, ഇതിപ്പോ അത് പല പ്ലാറ്റ്ഫോംസ് ഓഫ് റൈഡിങ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ആൾക്കാര്, കുറച്ചല്ല ഒരുപാട് ആൾക്കാർ റൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ ആൾക്കാർ റൈഡ് ചെയ്യുന്നില്ല. ഇപ്പൊ ഇവർക്കെല്ലാം കൂടെ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഒരു ട്രെയിനിങ്, ജസ്റ്റ് എല്ലാ വീക്കിലും വേണ്ടി ഒരു ട്രെയിനിങ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ റൈഡ് ചെയ്യും. ചെയ്യാത്ത ആൾക്കാർ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഇഞ്ചുറി ഒന്നും വരാത്ത രീതിയിൽ ജസ്റ്റ് 1 മണിക്കൂർ 1/2 മണിക്കൂർ അങ്ങനെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ള പ്ലാൻ ഉണ്ട്. ഇപ്പം രഞ്ജു TBC-യുടെ ഭാഗമാണല്ലോ. അപ്പൊ അത് അങ്ങനെ ഒരെണ്ണം കൊണ്ടുവരാണെങ്കിൽ പലർക്കും അത് ഗുണമായിരിക്കും. കാര്യം വെച്ചാൽ ഇതിന്റെ ഒരു ഇപ്പം വളരെ ലക്ഷറിലേഡി ചവിട്ടുന്നവരുണ്ട്, ചിലർ അഡിക്റ്റഡ് ടു ലോങ് ഡിസ്റ്റൻസ് റൈഡേഴ്സ് ഉണ്ട്. ഭയങ്കര ആ ഒരു എൻട്രൻസ് പാർട്ട് മാത്രം നോക്കുന്നത്. ഈവൻ അവർ പോലും കുറച്ചുകൂടി സയന്റിഫിക് ആവണമെങ്കിൽ, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് ഉപയോഗിക്കാമല്ലോ. ആ ഒരു രീതിയിൽ ചെയ്യാം.
പിന്നെ എല്ലാവരും എല്ലാ കാലത്തും ലോങ് ഡിസ്റ്റൻസ് റൈഡ് ചെയ്യുന്നവരല്ല. അത് ഓരോരുത്തരുടെ ഒരു താല്പര്യം റിക്വയർമെന്റ് നിലനിൽക്കുന്നിടത്തോളം കാലമാണ് അത് ചെയ്യുന്നത്. ഇനി എപ്പോൾ ചെയ്യുമ്പോഴും സയന്റിഫിക് ആയിട്ട് ചെയ്യാനായിട്ട് അവർക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ എനിവേ ഭാവി പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഫെബ്രുവരിയിൽ ദുബായിൽ, കഴിഞ്ഞ വർഷം ദുബായിൽ സ്പിന്നീസ് ഇവന്റ് പോയിട്ടുണ്ട്. ഈ വർഷം സെയിം ഇവന്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ട്രെയിനിങ് അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. അത് എപ്പോഴാണ് ഇവന്റ് വരുന്നത്? അത് ഫെബ്രുവരിയിലാണ്. പിന്നെ അടുത്ത മാസം ലാസ്റ്റ് രാകേഷും ഉണ്ടായിരുന്നു. അപ്പൊ ഇനി തൊട്ട് അടുത്ത ആഴ്ച സ്റ്റേറ്റില് ചാമ്പ്യൻഷിപ്പ് വരും. അടുത്ത ആഴ്ച അത് കഴിഞ്ഞ് സ്റ്റേറ്റ് കഴിഞ്ഞ് വന്ന ഉടനെ അതിന്റെ അടുത്ത മാസം നവംബർ നന്ദി റൈസ് ഉണ്ട് ബാംഗ്ലൂർ. പ്രായം ചോദിച്ചില്ല. താല്പര്യമില്ല. പ്രായം കൂടി പറയാൻ ഇല്ല, അത് ജസ്റ്റ് നമ്പർ. സ്റ്റേറ്റിലൊക്കെ പങ്കെടുക്കണമെന്ന് പറയുമ്പോഴേ അല്ല പങ്കെടുക്കാത്ത റീസൺ രഞ്ജു, എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞതുപോലെ റേസിൽ പങ്കെടുത്ത് പോഡിയത്തിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുന്നത് ആ പങ്കെടുക്കലാണ്. ഞാൻ എല്ലാ മത്സരത്തിലും പോകും, എല്ലായിടത്തും പോകും. എന്റെ അടുത്ത് പറയും, എല്ലാരും പറയും ചുമ്മാ വെറുതെ ചവിട്ടം എന്തിനാണ്, ജയിക്കാൻ വേണ്ടിയല്ലേ ചവിട്ടം. അതാണ് ആ ഒരു ചോദ്യം. പുള്ളിക്കാരന് പല സിറ്റുവേഷനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മറ്റേ മാസ്റ്റേഴ്സ് അന്ന് പോയപ്പോഴത്തേക്ക് പുള്ളിക്കാരനായിട്ട് അന്ന് നേരിട്ട് പരിചയപ്പെട്ടിരുന്നു. നിക്കറിപ്പോ ഞാൻ ഇവിടെ ബാക്കിലുണ്ടെന്ന്. Why he is not winning? That is not the crux. എനിക്ക് തോന്നുന്നു രഞ്ജു രഞ്ജുവിന്റെ റൈഡ് എന്നൊക്കെ പറയുന്നത് ആ എഫേർട്ട് എന്ന് പറയുന്ന ടൈം ടെസ്റ്റഡ് ആയി കഴിഞ്ഞു. കാര്യം പല ഇത് കഴിഞ്ഞ് ഇപ്പൊ ഒരു വേറൊരു പ്ലെയിനിലാണ് അത് നിൽക്കുന്നത്. ആൾക്കാർക്ക് പൊടി കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്. റേഞ്ചിന് ആൾക്കാരുണ്ട്, അവർക്ക് ഭയങ്കര സങ്കടമാണ്, സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. എനിക്ക് എന്തുകൊണ്ടാണ് ആ സങ്കടം അതായത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിൻ ചെയ്യണം എന്നുള്ളതാണ്. എൻജോയ് ചെയ്യണം, അല്ലാതെ സങ്കടം കാര്യമില്ല. എക്സാക്ട്ലി ആ സെനാരിയോ എൻജോയ് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു ഹൈപ്പും ആ ഒരു ഫണ്ടും കുറെ പുതിയ കണക്ഷൻസും നമുക്ക് വീണ്ടും ട്രെയിനിങ് ചെയ്യാൻ തോന്നും. അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ പിന്നെ പാടാം. കാരണം ഭയങ്കര ഇനി അടുത്ത് ഇനി ജയിക്കുവോ, ആൾക്കാരെന്ത് പറയും. എല്ലാവർക്കും നമ്മുടെ നാട്ടിലെ പ്രശ്നം ആൾക്കാരുടെ പ്രശ്നം അതാണ്. കാരണം ആൾക്കാരെന്ത് പറയും, ഇത്രയും പൈസ സൈക്കിളൊക്കെ മേടിച്ചിട്ട് എന്ത് പറയും. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വിൻ ചെയ്തേ പറ്റുള്ളൂ എന്നൊരു മെന്റാലിറ്റിയാണ് അത്. കാരണം അവിടെ മത്സരിക്കുന്ന എല്ലാ ആൾക്കാരും ട്രെയിൻ ചെയ്താൽ നമ്മൾ അതുകൂടെ ചിന്തിക്കണം. അപ്പൊ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുക. ഈ സ്പിന്നീസിന്റെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ആൾക്കാർ നമ്മൾ വേൾഡ് ലെവലിലുള്ള ആൾക്കാരായി ചാവുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇത്രയും പൈസ മുടക്കി പോയിട്ട്, കാരണം എക്സ്പീരിയൻസ്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ എന്റെ ലൈഫിൽ ഇന്ത്യയിൽ ഇത്ര വലിയ ഈവന്റ് ഒന്നും ഇല്ല. കാരണം ഓരോ ബെഞ്ചിലും 200 പേരെങ്കിലും കാണും. ഈ 200 പേരെ ഇടയിൽ നിന്ന് ഇത് ഒരു ക്രാഷും വരാതെ ഈ മത്സരം ഫിനിഷ് ചെയ്യണം. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ്. അപ്പൊ അത് ഭയങ്കര റിസ്ക് ആണ്. കാരണം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ കുറച്ച് പേര് വീഴുന്നു, സൈഡിൽ നിന്ന് വീഴുന്നു. മറ്റേ അത്രയും സ്പീഡിൽ ബെഞ്ച് 40, 42, 45 പൊക്കോണ്ടിരിക്കുക. ഇതിനിടയിൽ നിന്ന് ലെക്കിൽ എങ്ങനെയും രക്ഷപ്പെട്ട് ഫിനിഷിംഗ് പോയിന്റ് എത്തണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് പോയത്. ഒരു ക്രാഷ് വരാതെ എങ്ങനെയും ഈ മത്സരം ഫിനിഷ് ചെയ്യണം. അതും എന്നെ കൊണ്ട് പറ്റുന്ന ആ ഒരു ആവറേജ് ഫിനിഷ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് പോയി. ഞാനും എന്റെ കൂടെ വന്ന ആൾക്കാരെല്ലാം ഫിനിഷ് ചെയ്തു. പക്ഷെ രാകേഷ് ചേട്ടൻ അതിന്റെ ഇടയിൽ ഒരു ക്രാഷിൽ പെട്ടിട്ട് പുള്ളി സത്യം പറഞ്ഞാൽ പുള്ളി അതില് ഒരു സെലക്ഷൻ ഉണ്ട്. അതായത് പോയി കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫോണ്ടേജ് സെലക്ഷൻ കിട്ടും. ഫസ്റ്റത്തെ 50 പേർക്ക് സെലക്ഷൻ കിട്ടും, ഏജ് കാറ്റഗറി വെച്ച്. രാകേഷ് ചേട്ടന് ആ ക്രാഷിന്റെ ഇടയിൽ പെട്ടുപോയതുകൊണ്ട് രാകേഷ് സെലക്ഷൻ കിട്ടിയില്ല. കാരണം രാകേഷ് ചേട്ടൻ 53 വന്നത്. 50-നുള്ളിൽ വന്നിരുന്നെങ്കിൽ, അതായത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ തൊട്ട് പുറകിൽ വെച്ച് ബെഞ്ച് 2 ബെഞ്ച് തമ്മിൽ ഒരുമിച്ചപ്പോഴത്തേക്ക് ഒരു 400 പേരായി. പിന്നീട് ഒരു ക്രാഷ് നടന്നു. രാകേഷിന്റെ ഇടയിൽ പെട്ടു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുപോലെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് സെലക്ഷൻ കിട്ടും. കാരണം അത് ഇതിന് പോകണമെന്ന് വെച്ചാൽ, കാരണം ഈസി ആയിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് സെലക്ഷൻ കിട്ടാൻ പോണ ഒരൊറ്റ ഈവന്റ് ഇതേ ഉള്ളൂ. അതാണ് എല്ലാവരും. അതാണ് ആ ഒരു അവിടെയും ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവസരം നോർമലി കിട്ടുന്നത് പോലെ. കാരണം നമ്മള് പോവുക, ചെയ്യുക, എക്സ്പീരിയൻസ്. കഴിഞ്ഞ പ്രാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടി. ഇപ്പൊ അറിയാം എന്ത് ചെയ്യണം, ഇനി അടുത്ത പ്രാവശ്യം ആകുമ്പോ എന്ത് ചെയ്യണം എന്നറിയാം. അതുകൊണ്ട് ഇപ്രാവശ്യം ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ടോ പോവാൻ? അതോ ഈ പ്രാവശ്യം ഒരു ലേഡി ഉണ്ട് നമ്മളോട് പോകാൻ വേണ്ടിട്ട്. എനിവേ താങ്ക്സ് രഞ്ജു ഫോർ യുവർ ടൈം. ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് ഭാവിയിലുള്ള എല്ലാ പരിപാടികൾക്കും എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു.